പ്രിയരെ, എല്ലാവർക്കും നമസ്കാരം. ഒരു മിമിക്രി നൊസ്റ്റാൾജിയ എന്നൊരു പ്രോഗ്രാമാണ് അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഏതൊരു പ്രോഗ്രാമിന്റെയും വിജയം എന്ന് പറയുന്നത് മുന്നിലിരിക്കുന്ന കാണികളുടെ ആ രണ്ട് കൈ കൂട്ടിയടിച്ചുള്ള മനോഹര ശബ്ദം തന്നെ. എല്ലാവരും കേട്ടിച്ച പ്ലീസ്. അപ്പൊ പ്രിയരെ, എൻ്റെ പേര് കലാഭവൻ പ്രമോദ് എന്നാണ്, വീട് തൃശ്ശൂർ. അപ്പൊ തൃശ്ശൂർ ആയതുകൊണ്ട് തൃശ്ശൂർ പൂരം, ഈ പൂരത്തിന് കൂടുതൽ മാറ്റുകൂട്ടുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഈ പൂരവസാനമുള്ള വെടിക്കെട്ട് തന്നെയാണ്. ആ വെടിക്കെട്ട് അനുകരിച്ചുകൊണ്ട് ഞാൻ എൻ്റെ പ്രോഗ്രാമിൽ കിടക്കുകയാണ്. നിങ്ങൾക്ക് ഏവർക്കും തൃശ്ശൂർ പൂര വെടിക്കെട്ടിലേക്ക് ഹാർദമായ സ്വാഗതം. എവിടേക്കാ നോക്കണേ? കഴിഞ്ഞ അത്രേ ഉള്ളൂ. ഇത്ര പേരൊന്ന് കൈയടിച്ച ശബ്ദമല്ല കേട്ടോ, എനിക്കറിയാം. ഒന്ന് കൈയടിക്കും, മലപ്രകാരമല്ലേ. ഇനി ചില ശബ്ദ വ്യത്യാസത്തിന്റെ കാര്യം പറയാം. ട്രെയിനിന്റെ കാര്യം എടുക്കാം. ട്രെയിനിന്റെ ശബ്ദം ഒരു സ്റ്റേഷനിൽ നിന്ന് പുറപ്പെടുന്ന ശബ്ദമല്ല, ഒരു ഇരുമ്പ് പാലത്തിന്റെ മുകളിൽ കൂടി കടന്നു പോകുമ്പോൾ. നമ്മളൊക്കെ ട്രെയിനിലൊക്കെ യാത്ര ചെയ്ത ആൾക്കാരാണ്. അപ്പോൾ ഒരു ട്രെയിൻ സ്റ്റേഷനിൽ നിന്ന് പുറപ്പെട്ട് ആ പാലത്തിന്റെ മുകളിൽ കൂടി കടന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന ആ ശബ്ദ വ്യത്യാസം. ഇത് ട്രെയിൻ പുറത്തുനിന്ന് കേൾക്കുന്ന ശബ്ദം. അപ്പോൾ ട്രെയിനിന്റെ ഉള്ളിൽ നിന്ന് പോകുമ്പോൾ ട്രെയിന് വേറെ ശബ്ദമാണ്, അത് വ്യത്യാസമുണ്ട്. അപ്പോൾ ട്രെയിനിന്റെ ഉള്ളിൽ നിന്ന് നമ്മൾ പോവുകയാണ്. അപ്പോൾ ഒരു ട്രെയിൻ ഓപ്പോസിറ്റ് നിന്ന് പാസ് ചെയ്യുന്നു, ആ ശബ്ദം അനുകരിക്കുകയാണ്, ആ ശബ്ദ വ്യത്യാസം അവതരിപ്പിക്കുകയാണ് ട്രെയിനിന്റെ ഉള്ളിൽ നിന്നുള്ള ആ ശബ്ദം. ഇനി ഈ കാബൂളിവാല സിനിമ എല്ലാവരും കണ്ടിട്ടുണ്ട് അല്ലെ? ഈ കാബൂളിവാല സിനിമയിൽ മനോഹരമായ ഒരു ബ്യൂഗിൽ മ്യൂസിക് ഉണ്ട്. അതെന്റെ കണ്ട നാൾ കൊണ്ട് അവതരിപ്പിക്കുകയാണ്. കാബൂളിവാലയിലെ മനോഹരമായ ബ്യൂഗിൽ മ്യൂസിക്. ഇനി പട്ടി
പട്ടിയുടെ കാര്യം തന്നെ എടുക്കാം. പട്ടിക്ക് പലതരം പട്ടികൾക്ക് പലതരം ശബ്ദമാണ്. ഇപ്പൊ ഡോബർമാൻ ഭയങ്കര മുഴക്കമുള്ള ശബ്ദമാണ്. വിശ്വസ്തനായ കാവൽക്കാരൻ എന്നറിയപ്പെടുന്ന ഡോബർമാന്റെ ശബ്ദം ഇങ്ങനെ ഭയങ്കര പേടിയാവും. എന്നാ പോമറേനിയൻ നായ്ക്കുട്ടി വീട്ടിലൊക്കെ പെറ്റായിട്ട് ഓടിച്ചാടി നടക്കുന്നത് പോമറേനിയൻ. ഇത് കുറയ്ക്കുന്നത് വളരെ ലേറ്റ് ആയിട്ടാണ്. പോമറേനിയൻ കുറയ്ക്കുന്നത് ഇങ്ങനെയാണ്. എന്നാൽ നമ്മുടെയൊക്കെ നാടൻ പട്ടി തെണ്ടിപ്പട്ടി എന്നൊക്കെ വിളിക്കും. ഇതിന്റെ കൊര വളരെ രസകരമാണ്. നാടൻ പട്ടി കുറയ്ക്കുന്നത് ഇനി മിക്സി വീട്ടിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വീട്ടുപകരണം. മിക്സിക്ക് ഉണ്ട് ശബ്ദ വ്യത്യാസങ്ങൾ. ഇതിന്റെ കാര്യം പറയുമ്പോൾ മിക്സി പഴയ മിക്സി വർക്ക് ചെയ്യുകയാണെങ്കിൽ അതിന് ശബ്ദം കൂടും. പഴയ മിക്സി വർക്ക് ചെയ്യുന്ന ശബ്ദം ഒക്കെ തൂവിപ്പോയി. എന്നാൽ പുതിയ മിക്സി വരയ്ക്കുന്നത് വളരെ ലേറ്റ് ആണ്, ശബ്ദം കുറവാണ്. പുതിയ മിക്സി വരയ്ക്കുന്നത് പ്രിയമുള്ളവരെ, മരിച്ച വളരും പല രീതിയിലൊക്കെ അറിയാം. അതായത് ചില ആർത്തലച്ച് കരയും, ചില വിങ്ങിപ്പൊടയും. മരണം വിളിക്കാതെ വരുന്ന അതിഥി എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ചേച്ചി, ആ ചേച്ചിയുടെ ഭർത്താവ് മരിച്ചപ്പോ കരഞ്ഞത്, എന്റെ ദൈവമേ ഇന്നലെ വരെ എങ്ങനെ നടന്ന ചേട്ടനാണ് ചേട്ടാ, എനിക്ക് എന്റെ പിള്ളേർക്കാരുണ്ട് എന്നൊക്കെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ചേച്ചിയുടെ മകള് വന്ന് കട്ടൻ ചായ കൊടുത്തു. ഈ കട്ടൻ ചായ കുടിച്ചോണ്ട് ചേച്ചി, എന്തൊരു ചൂടാണ്ടിയപ്പോ ആറ്റിട്ട് കൊണ്ടുവരണ്ടേ, ചുണ്ടുപൊള്ളിയിലേ കൊല്ലാനാണ് കൊണ്ടുവന്നത്, ഇങ്ങനെ തന്നെ ചേച്ചിയുടെ കാര്യത്തില്ല. അപ്പൊ പലരും പല രീതിയിലൊക്കെ അറിയാം. അതൊന്നുമല്ല അവതരിപ്പിക്കുന്നത്. ഒരു ട്രെയിൻ ഡ്രൈവറുടെ അച്ചാച്ചൻ മരിച്ചാൽ പുള്ളി എങ്ങനെ കരയാ എന്ന് നോക്കാം. ഒരു ട്രെയിൻ ഡ്രൈവറുടെ അച്ചാച്ചൻ മരിച്ചാൽ അദ്ദേഹം കരയുന്നത് അയ്യോ ഇങ്ങനെയായിരിക്കും. ഇനി കൊച്ചുകുട്ടികളെ വീടിന് അലങ്കാരമാണ്, കെടാവിളക്കാണ്. കൊച്ചുകുട്ടികളെ എന്തെങ്കിലും പ്രോഗ്രാം പറഞ്ഞ് പഠിപ്പിച്ച് വിട്ടാൽ ആ പഠിച്ചത് അവതരിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു കൊച്ചുകുട്ടി സ്റ്റേജിൽ അവതരിപ്പിക്കുന്ന കുറച്ച് കലാപരിപാടികൾ അവതരിപ്പിക്കുകയാണ്. ഒരു ചിഞ്ചുമോൾ ചെറിയ കുട്ടി അവതരിപ്പിക്കുന്ന പ്രകട പ്രസംഗം. മനുഷ്യൻ എത്ര സുന്ദരമായ പദം, ഫലമൂലയിലും പച്ചമാംസയിലും തിന്ന് വളർന്ന മനുഷ്യൻ, കുഹുകൂരിലും ഋഷുക്കൂറിലും താമസിച്ച മനുഷ്യൻ എന്ന് ചന്ദ്രനിൽ കാലോത്തിരിക്കുന്നു. അതുകൊണ്ട് രസമാണ്. ജലമാണക്കെട്ടിനെത്തി വിദ്യുച്ഛക്തിയുണ്ടാക്കാൻ അവൻ പഠിച്ചു. പക്ഷികളെ പോലെ ആകാശത്തിൽ പാറി നടക്കാനും അവൻ പഠിച്ചു. സമൂഹത്തിൽ പരസ്പരം പാരി വയ്ക്കാനും അവൻ പഠിച്ചു. ആടുമട്ടത്തിന്റെ ചങ്ങലകൾ പൊട്ടിച്ചെറിയ നമ്മൾ ഇനിയൊരു ഭക്തിയാണ്. എല്ലാവരും പ്രാർത്ഥിച്ചോ. ഈ ശ്രാദ്ധത്തിലെ ഭക്തിയാനാണ് ഇതൊരു ഹിന്ദു ഭക്തിയാനം. തേടവരും കണ്ണുള്ളിൽ ഓടയാക്കും സ്വാമി, നിലവിളക്കിൽ കതിരൊള്ളിൽ കതിരണിയും സ്വാമി, അയ്യപ്പസ്വാമി അയ്യപ്പസ്വാമി. ഇതൊരു ക്രിസ്ത്യൻ ഭക്തിയാനം. തേടവരും കണ്ണുള്ളിൽ ഓടയാക്കും യേശു, നിലവിളക്കിൽ കതിരൊള്ളിൽ കതിരണിയും യേശു, അയ്യപ്പനേശു അയ്യപ്പനേശു. താങ്ക് യു, താങ്ക് യു. മലയാള സിനിമയിലെ മറ്റൊരു താരം, അദ്ദേഹത്തിന്റെ നഷ്ടം മലയാള സിനിമയ്ക്ക് ഒരു തീരാ നഷ്ടം തന്നെയാണ്. ഏത് വേഷം കൊടുത്താലും വളരെ തന്മയത്തോട് ചെയ്യുന്ന ഒരു താരമായിരുന്നു. മറ്റാരുമല്ല, കാർവറായിട്ടുള്ള ശങ്കരാടി ദേവി. ശങ്കരാടി കാണും, ഒരു കുഴപ്പമില്ല.
ഏത് പരിചയമാണാവും. താങ്ക് യു. മലയാള സിനിമയിലെ കരുത്തുറ്റ ശബ്ദത്തിനുടമ ഒരുപാട് നല്ല വേഷങ്ങൾ മലയാള സിനിമയ്ക്ക് സമ്മാനിച്ച് ഈ അടുത്ത കാലത്ത് നമ്മെ വിട്ടുപിരിഞ്ഞു പോയ അനുഗ്രഹീതനായ നടൻ ശ്രീ തിലകൻ ചേട്ടൻ ലഭിക്കാം. തിലകൻ. എന്റെ മനസ്സാക്ഷി കോടതി കൊണ്ടാടിയ വാദം പിത്തം കവമലം മൂത്രം പരിശോധന റിപ്പോർട്ട് എനിക്കിപ്പോ കിട്ടണം. എന്നെ മനസ്സിലായില്ലേ? ഞാൻ തിലകൻ. തിലകൻ ഇവരാരും നോക്കിച്ചിട്ടില്ല, ചരിത്രമില്ല. വേണേ പരിശോധിച്ച് നോക്കാം. ഓണം, വിഷു, ചാവഴേന്ദ്രം, അണ്ണാങ്കട്ട വിശേഷം ഏതുമായിക്കൊള്ളട്ടെ, പക്ഷെ കലണ്ടർ അത് മനോഹര നമ്മ തന്നെ. താങ്ക് യു, താങ്ക് യു. മലയാള സിനിമയിലെ മറ്റൊരു താരം, അതായത് വക്കീൽ വേഷങ്ങൾ വളരെ ഡയലോഗ് വീരൻ സുകുമാരൻ, അദ്ദേഹത്തെ അനുകരിക്കുകയാണ്. വേദിയിൽ സുകുമാരൻ. അയ്യോ എനിക്കറിയാൻ അമ്പടിക്കള്ളി ആദ്യം പറഞ്ഞപ്പോ ഞാനങ്ങ് വിശ്വസിച്ചില്ല. പിന്നെ ആരെങ്കിലും എന്തെങ്കിലൊക്കെ പറഞ്ഞെന്ന് കരുതി വെറുതെ ഇമോഷണൽ അവതരിച്ചു വീട്ടിൽ കളയുന്ന മാഷി. അയ്യോ പാവം. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. പ്രിയമുള്ളവരെ, മലയാള സിനിമയിലെ നിന്ന് വിട്ട് നമുക്കൊരു താരത്തെ അവതരിപ്പിക്കാം. എല്ലാവർക്കും അറിയുന്ന പ്രഭാഷണ കലയിൽ അത്യുന്നതങ്ങളിൽ നിൽക്കുന്ന, ഇപ്പോൾ നമ്മയെല്ലാം, അതായത് ഈ കഴിഞ്ഞ വർഷം നമ്മയെല്ലാം വേർപിരിഞ്ഞു പോയ സുകുമാർ അഴീക്കോട് മാഷിനെ വേദിയിൽ അനുകരിക്കുകയാണ്. വേദിയിൽ സുകുമാർ അഴീക്കോട്. നമ്മളൊക്കെ പറയുന്നില്ലേ അവിടെ പോയി ഇവിടെ പോയി എന്നൊക്കെ, അതൊന്നും ശരിയല്ലേടോ. ഈ സാഹിത്യത്തിൻ്റെ അഭൗമ മേഖല എന്നൊക്കെ പറയുന്നത് അതിനെയാണ്. വളരെ ലളിതമായ ഭാഷയിൽ ഉച്ചകോടി എന്താണെന്ന് ഞാൻ പറയാം. ഉച്ചകോടി എന്ന് പറയുന്നത് സ്വച്ഛന്തപരവും സ്വതന്ത്രവുമായ സ്ഫടിക തണ്ടിൽ നിന്നും ഉണ്ടാകാവുന്ന മിളിച്ച ഘടികാരപരമായ തന്മാത്രയിൽ ഉണ്ടാകുന്ന ചെറുതരം കണ്ണികയാണ് ഉച്ചകോടി. എന്തെങ്കിലും മനസ്സിലായോ? എനിക്കൊന്നും മനസ്സിലായില്ല. താങ്ക് യു, താങ്ക് യു. പ്രിയമുള്ളവരെ, അടുത്ത വേദിയിൽ അവതരിപ്പിക്കുന്ന മലയാള സിനിമയിലെ കുട്ടികൾക്കൊക്കെ ഏറെ പ്രിയപ്പെട്ട നമ്മുടെ ഇഷ്ടനായകൻ, ജനപ്രിയ നായകൻ ദിലീപിന്റെ ശബ്ദം അനുകരിക്കാം. വേദിയിൽ ജനപ്രിയ നായകൻ ദിലീപ്. പരിഷ്കൃത മറക്കണമെന്ന് പറഞ്ഞോളൂ, മറക്കാം. ഈ നാട്ടിൽ നിന്ന് പോണെന്ന് പറഞ്ഞോളൂ, അതും മാറാം. പക്ഷെ കൺമുമ്പിൽ നിന്നുള്ള ഒഴിഞ്ഞു മാറില്ലേ, അതും ദയല്ല. സന്തോഷം മാത്രമല്ല, ദുഃഖം കൂടി പങ്കിടാനാ ഞാൻ തന്നെ സ്നേഹിച്ചത്. ആർക്കും വിട്ട് കൊടക്കില്ല ഞാൻ. തൻ്റെ ചിരിയും കണ്ണും മൂക്കും എല്ലാം എനിക്ക് സ്വന്താക്കണം. പിള്ളേച്ച രുക്മിണി എനിക്കിഷ്ട, അവളെ ഞാൻ പൊക്കും. പിള്ളേച്ചിന് ചെയ്യാൻ പറ്റുന്ന പിള്ളേച്ചിനെ ഇങ്ങോട്ട് ചെയ്യ്. ആരോടും പറയല്ലേ, അമ്പിച്ചരാട്ടോ. താങ്ക് യു, താങ്ക് യു. ഇനി മലയാള സിനിമയിൽ മറ്റൊരു താരത്തിന് രണ്ട് ശബ്ദം അനുകരിക്കാം. ജനാർദ്ദനൻ ജനൻ. അദ്ദേഹം പണ്ട് CBI ഡയറി കുറിപ്പൊക്കെയുള്ള സമയത്ത് അദ്ദേഹത്തിന്റെ ശബ്ദം, വില്ലൻ വേഷം ചെയ്യുന്ന അദ്ദേഹത്തിന്റെ ശബ്ദം ആദ്യം അനുകരിക്കുകയാണ്. ആ പഴയകാല ജനാർദ്ദനൻ. ഓ എന്റെ കർത്താവ്, ഇവന്മാരെ കൊണ്ട് ഞാൻ തോറ്റ്. എടാ, അന്ന് പാലക്കാടുകാരൻ വെങ്കടേശൻ ഇന്ന് കോവൈ വെങ്കടേശ എന്ന് വെറുതെ ഇല്ല, ലോട്ടറി അടിച്ചിട്ടാ തമ്പി, വെറുതെ കലാട്ടപ്പെട്ടെങ്കിലാണ്. എന്റെ കർത്താവ്. ഇങ്ങനെയായിരുന്നു. എന്നാൽ അദ്ദേഹം കോമഡി വേഷം ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ ആ ശബ്ദം അനുകരിക്കുകയാണ്. ഇപ്പോഴത്തെ അദ്ദേഹത്തിന്റെ ശബ്ദം. ഓ എടാ തമ്പി, നീ താക്കപ്പനല്ല, പൊന്നപ്പനാ പൊന്നപ്പൻ. എടാ എള്ളു നല്ല ഒടിയടാ അവന്റെ മുട്ടുകാല. എടാ തമ്പി, എന്തല്ല അവന്റെ. ഇങ്ങനെയാണ്. ഇനി അവസാനമായി വേദിയിലെത്തുന്ന താരം മലയാള സിനിമയിലെ കോളേജ് കുമാരിമാരുടെ സ്വപ്നകാമുകൻ ഇന്ദ്രൻസ്. ഉണ്ണികൃഷ്ണ 4ാം ക്ലാസ്സിൽ 4 കൊല്ലം തോറ്റപ്പോ എന്നോട് അമ്മച്ചി പറഞ്ഞു പഠിക്കണ്ടാന്ന്. അതേ പിന്നെ ഞാൻ പഠിച്ചിട്ടില്ല. മൊയിലാളി ചവന്മാരുമായി സംസാരിക്കാൻ ലക്ഷ്മിയിൽ മൊയിലാളി സത്യസന്ധമോ കണ്ടിട്ടുണ്ടോ? ഒന്ന് നോക്കിട്ട് ആഹാ രാധക്കുഞ്ഞെ, ഞാനൊരു കവിത ചൊല്ലട്ടെ. അച്ഛനുറങ്ങിക്കിടക്കുന്നു നിശ്ചലം, അച്ഛൻ കൊച്ചച്ഛൻ അച്ഛൻ അച്ഛൻ അമിതാഭച്ചൻ. പ്രിയരെ, ഇത്രയും നേരം എന്നോട് വളരെ
നല്ല രീതിയിൽ സഹകരിച്ച മലപ്പുറം നിവാസികൾക്ക് എൻ്റെ സ്നേഹ നിർഭരമായ ആശംസകൾ നന്ദി അറിയിക്കുകയാണ്. മാത്രവുമല്ല, ഈ 2013 കഴിഞ്ഞപ്പോൾ 2012-13 ഈ 2013 ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും ജീവിതത്തിൽ നല്ലത് മാത്രം സംഭവിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു വെരി മച്ച്. പാഷാണം ഷാജി ആൻഡ് ടീം ഓൺ സ്റ്റേജ്. നവോദയ ഷാജു എന്നറിയപ്പെടുന്ന പാഷാണം ഷാജിയും സംഘവും ഒരിക്കൽ കൂടി വേദിയിലേക്ക് വരികയാണ് നിങ്ങളെ കുടുകുടാ ചിരിപ്പിക്കാൻ. പരസ്പര ധാരണയാണ് ഏതൊരു കുടുംബത്തിന്റെയും അടിത്തറ. എന്നാൽ കുടുംബത്തിലെ ആരെങ്കിലും ഒരാൾ സംശയരോഗിയായാലോ? ഇതാ ഇവിടെ എന്ത് കാര്യത്തിനും ഭാര്യയെ സംശയിക്കുന്ന ഒരു വ്യക്തിയെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഈശ്വരാ, ഈ ഭൂമിയിൽ ഒരു പെണ്ണും എന്നെ പോലെ ഇത്ര സൗന്ദര്യത്തോടെ ജനിക്കരുത്. മിസ്സായിരുന്ന സമയത്ത് എന്നെ മിസ്സിസ് ആക്കാൻ എത്രയെണ്ണ എന്റെ പുറകെ നടന്നു. സൗന്ദര്യം ആർക്കും ഇത്ര ഓവറായിട്ട് കൊടുക്കരുതേ ഭഗവാനെ. എന്നിട്ട് ഇത്ര സൗന്ദര്യമുള്ള എനിക്ക് കിട്ടിയതോ ഒരു തരി സൗന്ദര്യം ഇല്ലാത്ത സംശയരോഗ്യമായ ഒരു കോന്തം ഭർത്താവിനെ. ഭഗവാനെ, മരിക്കുന്നതിന് മുന്നേ ഒരു ദിവസമെങ്കിലും ഈ പതിവ്രതയായ ഭാര്യയ്ക്ക് മനസമാധാനത്തോടെ കിടന്നുറങ്ങാൻ ഭാഗ്യം തരണേ. രാജി, രാജി, ഈശ്വരാ, ദേ എത്തി. കാത്തോളണേ എന്നെ. രാജിമോളെ, വാതില് തുറക്ക്. പതിവില്ലാതെ ഇന്ന് നല്ല സന്തോഷത്തിലാണല്ലോ. വാതില് തുറന്നിട്ടിരിക്കുക ചേട്ടാ, കേറി പോരെ. അയ്യോ, കയ്യെന്താ ഇങ്ങനെ പിടിച്ചേക്കണേ? എന്റെ ചക്കരമോൾ, ഈ 2 വിരലിൽ ഏതെങ്കിലും തൊട്ടേ. എന്തിനാ ചേട്ടാ? എന്റെ പൊന്നൊന്ന് തൊട്. എന്റെ ചേട്ടന്റെ ആഗ്രഹമല്ലേ, ദേ തൊട്ടു. ജോഷി, അപ്പൊ ജോഷിയാണല്ലേ നിന്റെ കള്ള കാമുകൻ? ചേട്ടാ, നീ വലത്തെ വിരലില്ല തൊട്ടിരുന്നെങ്കിൽ പെയിന്റിങ്ങിന് പോണ അനീസാണ് നിന്റെ കാമുകൻ. എന്റെ ദൈവമേ, നിങ്ങൾക്ക് വീണ്ടും തുടങ്ങിയോ മുറിഞ്ഞ സംശയം? പറയടി, ജോഷി ഇവിടെ വരാറുണ്ടാ? ജോഷി നിന്നെ ഫോണിൽ സംസാരിക്കാറുണ്ടാ? നിങ്ങൾ ഈ പറയുന്ന ജോഷി ഒരു ചെറിയ പയ്യനല്ലേ? അയ്യോ, പയ്യൻ. എടി, ഈ ബെൻസും വോൾവോ കാറും ഓടുന്ന അതേ റോട്ടിൽ കൂടി തന്നെയാണ് ഈ കുഞ്ഞു നാനോ കാർ ഓടുന്നത്. അതുകൊണ്ട് നീ ആവർത്തനം പറയരുത്. ദൈവത്തെ ഓർത്ത് നിങ്ങൾ എന്നെ സംശയിക്കുന്ന ഒന്ന് നിർത്ത്. കല്യാണം കഴിഞ്ഞിട്ട് ഇതേവരെ ഏതെങ്കിലും ഒരു പുരുഷന്റെ മുഖത്ത് 1/2 മണിക്കൂറിൽ കൂടുതൽ ഞാൻ നോക്കിയിട്ടുണ്ടോ? അതില്ല. അതുകൊണ്ടാ ഞാൻ ഈ പറയുന്നത്. ഇനി എന്നെ നിങ്ങൾ സംശയിച്ചാ നിങ്ങളുടെ പേര് എഴുതി വെച്ചിട്ട് ഞാൻ തൂങ്ങിച്ചാവും. പോടുന്നു. ഒരു തമാശ പറഞ്ഞപ്പോഴത്തേക്ക് അതുമ്മേ കയറി പിടിക്കണം. ഇങ്ങോട്ട് നോക്കിയേ, ഇങ്ങോട്ട് നോക്കാൻ. ഇനി സംശയത്തിന്റെ പേര് നമ്മുടെ വീട്ടിൽ യാതൊരു വഴക്കുണ്ടാവില്ല. ആ കാര്യത്തിൽ ഒരു സംശയമില്ല. സത്യം? ഇപ്പൊ നിനക്കായ സംശയം. എടി, സത്യം. എന്റെ കൃഷ്ണ. ആരാടി കൃഷ്ണൻ? എവിടാടി അവന്റെ വീട്? അവനും നീയും തമ്മിൽ എന്താടി ബന്ധം? എവിടെ വെച്ചാടി നീയും അവനും തമ്മിൽ ആദ്യമായി പരിചയപ്പെട്ടത്? ഞാൻ ഭഗവാൻ കൃഷ്ണനെയാ വിളിച്ചത്. അതേടി, നീ 16,008 ഭാര്യമാരുള്ള കൃഷ്ണനെ വിളിക്കൂ. സീതയെ മാത്രം കെട്ടി മര്യാദ പുരുഷോത്തമനായി ജീവിച്ച രാമനെ നീ എന്തുകൊണ്ട് വിളിച്ചില്ല? അതാ പറഞ്ഞ നീ ശരിയല്ല. ശരി, എന്നാ ഇനി ഞാൻ രാമനെ തന്നെ വിളിക്കാം. എന്റെ രാമാ. എന്തോ എന്നെ വിളിച്ചു ചേച്ചി? ഞാനങ്ങോട്ട് വരണോ? കുടുംബം കലക്കാതെ പോടാ പട്ടി. ഇപ്പൊ പോടാ, എന്നിട്ട് ഞാൻ അല്ലാത്ത പോവാടാ. എടി, കഴിഞ്ഞ ദിവസം നീ തിരക്കുള്ള ബസ് യാത്ര ചെയ്തപ്പോ നിന്നെ ആരെങ്കിലും ചെയ്തായിരുന്ന? ഓ, തൊടുന്നതിനും പിടിക്കുന്നതിനും നിങ്ങൾക്ക് മുടിഞ്ഞ സംശയ. അപ്പൊ തൊടുന്നുണ്ട്, പിടിക്കുന്നുണ്ട്, അത് നീ സമ്മതിച്ചല്ല. എന്റെ ദൈവമേ, പിന്നെ എന്തിനാ നിങ്ങൾ എന്നെ കെട്ടിയത് മനുഷ്യ? മിഠായി തിന്നുന്ന സമയത്ത് ആരെങ്കിലും ഓർക്കോടി പല്ല് പിന്നീട് മുഴുതിന്നു? എടി, എന്റെ ഭാര്യയെ കുറിച്ച് എനിക്ക് കുറെ സങ്കല്പങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്ത് സങ്കല്പം? അത്തിമുറ്റത്തെ പ്രൊഫസർ ജയന്തിയുടെ സൗന്ദര്യം, ചന്ദനമഴയിലെ അമൃതയുടെ നിഷ്കളങ്കത, പരസ്പരം സീരിയൽ പരസ്പര ബന്ധമില്ലാതെ അഭിനയിക്കുന്ന ദീപ്തിയുടെ ശാലീനത. എന്നിട്ട് എനിക്ക് കിട്ടിയതോ ചാളമേരിയെ പോലത്തെ ഒരു കൂതറ സാധനത്തില. എന്നിട്ട് ഞാൻ ജീവിക്കുന്നില്ലേ ഒരു പട്ടിയെ പോലെ? ജിമ്മി, നിന്റെ കാര്യമല്ല, ഞാൻ എന്റെ കാര്യം പറഞ്ഞത്. എടാ, എനിക്കും ഉണ്ടായിരുന്നു കുറെ സങ്കല്പങ്ങളൊക്കെ. എന്നിട്ട് എനിക്ക് കിട്ടിയതാ പട്ടുസാരിയിലെ അജയൻകുട്ടനെ പോലെ ഒരു പൊട്ടനെ. സ്വഭാവമാണെങ്കിലോ ജോൺ ബ്രിട്ടാസിനെ പോലെ ഇങ്ങനെ ഓരോന്ന് കുത്തി കുത്തി ചോദിച്ചോണ്ടിരിക്കും. രാജി, നീ വേണം എന്റെ അമ്മക്ക് വിളിച്ചോ, പക്ഷെ എന്റെ മുഖത്ത് നോക്കി അജയം പൊട്ടാന്ന് മാത്രം വിളിക്കരുത്. എനിക്ക് മതിയായി. കല്യാണം കഴിഞ്ഞപ്പോ തൊട്ട് തുടങ്ങിയ സംശയമാ. രാജി, നീ അങ്ങനെ പറയരുത്. പറയും.
പറയരുത്. എന്താ പറഞ്ഞ? കല്യാണത്തിന് മുമ്പും എനിക്ക് നിന്നെ സംശയം ഉണ്ടായിരുന്നു. ആഹാ, ഇനി ഒരു സെക്കൻഡ് പോലും ഞാൻ ഈ വീട്ടിൽ നിക്കത്തില്ല. ഞാൻ പോവാ. ആരോടൊപ്പം? എപ്പോ പോവാനാണ് പ്ലാൻ? എങ്ങോട്ടാ ട്രിപ്പ്? ഊട്ടിക്ക് വിട്ടോടി, അവിടെ നല്ല തണുപ്പാ. എടി വഞ്ചകി, നിങ്ങൾ ഒരു കാലത്ത് നന്നാവത്തില്ല മനുഷ്യ. നീ നന്നാവില്ല. നിങ്ങൾ നന്നാവത്തില്ല. നീ നന്നാവത്തേ ഇല്ല. ഒരു കാലത്ത് നന്നാവത്തില്ല. നിന്റെ ഒന്ന് നിർത്തിക്കേ. നിങ്ങൾ ഈ തല്ലുപിടുത്തം മതിയാക്കിട്ടെ നന്നായിട്ട് ഭക്ഷണം കഴിക്കി, നന്നായിക്കോളും. നല്ല തക്കിടി മുണ്ടന്മാരാവുന്നേ. എന്റെ മധു. നിന്റെ മധുവോ? അയ്യോ, അപ്പുറത്തെ വീട്ടിലെ മധു. നിനക്കറിയാവോ, കല്യാണം കഴിക്കുന്നതിന് മുന്നേ ഞാൻ നല്ല നെയ് റോസ്റ്റ് പോലെ ഇരുന്നതാ. അതിനെന്താ കുഴപ്പം? ചേച്ചി ഇപ്പൊ നല്ല മസാല ദോശ പോലെയല്ലേ ഇരിക്കുന്നത്. മധുവേ, എന്താ ഏട്ടാ? ഈ മസാല ദോശ തിന്നാൻ നിനക്ക് ചട്നി വേണ അതോ സാമ്പാർ വേണ? വട ഫ്രീയാടാ. ഒന്ന് പോയേട്ടാ അവിടെ. എന്റെ കുടുംബത്തിൽ വന്ന് മസാല ചേർക്കല്ലേ. അല്ല, ഞാൻ ഇതെന്റെ വീടാ. നിനക്കെന്താ ഇവിടെ കാര്യം? നിങ്ങൾ എങ്ങനെ കിടന്ന് ബഹളം വെച്ചാ ഞാൻ എങ്ങനെ വീട്ടിൽ കിടന്ന് ഉറങ്ങുന്നേ? നീ സാധാരണ ഇവിടെ കിടന്നാണ് ഉറങ്ങണത്. ഇവിടെ കിടന്ന് ഉറങ്ങാൻ ചേട്ടൻ സമ്മതിക്കൂല. ഇവിടെ കിടന്ന് ഉറങ്ങടാ. നിന്നെ പാട്ട് പാടി ഓർക്കും, ഈ വാനം പാടി. എന്റെ പൊന്നു മധു. എന്റെ പോയിട്ട് ഇപ്പൊ പൊന്നു വന്നാ. മധു, എന്താ ചേച്ചി? നീ അങ്ങേരോട് ഒന്നും മിണ്ടാ നിക്കണ്ട. അങ്ങേർക്ക് എന്നെ മുടിഞ്ഞ സംശയവാ. എന്റെ പപ്പേട്ടാ. കപ്പ നട്ടാന്നാ? കപ്പ നട്ടാന്നല്ല, എന്റെ പപ്പനാഭൻ ചേട്ടാ. ചേട്ടൻ അറിയാൻ പാടില്ലേ? എന്ത്? ചേച്ചി മറ്റേതാണെന്ന്. എന്താടാ? പതിവ്രത. ഓ എടാ, നിനക്കറിയാലോ എന്നെ. ഞാൻ ഇങ്ങനെ ദൈവത്തെ പോലെയാ കാണുന്നത്. ഓ ദൈവം. ദേ നോക്കിയടാ, ഇത് കണ്ട? അയ്യോ, ഇതെന്ത് പറ്റിയതാണ്? 5 സ്റ്റിച്ചാണ്. ദൈവത്തിന്റെ ചെരവ കൊണ്ടടിച്ചതാണ്. ആര്? ഈ നിക്കണ ഭക്ത. അയ്യോ, കള്ളം, പച്ചക്കള്ളം. ഇനി ഒരു നിമിഷം പോലെ ഇവിടെ നിൽക്കരുത്. പൊക്കോളണം. ഹായ്, എടാ, അങ്ങനെ വെറും കൈയോടെ ഇറങ്ങി പോകുമെന്ന് വിചാരിക്കണ്ട. എന്റെ അച്ഛൻ നല്ല സ്ത്രീധനം തന്നിട്ടാ നിങ്ങളെ എന്റെ തലയെ കെട്ടിവെച്ചത്. എടി, ഒരു അപകടം നടക്കുമ്പോ ഇൻഷുറൻസ് കിട്ടണതേ നാട്ടു നടപ്പാ. ചേച്ചി വിഷമിക്കണ്ട ചേച്ചി. തോളത്തുനിന്ന് കയ്യറാ. എന്റെ പൊന്നോ, അല്ലേലും ഭാര്യമാരും മൊബൈൽ ഫോണൊക്കെ ഒരേപോലെയാണ്. രണ്ടും കാശ് പോണ സാധനങ്ങളല്ലേ. രണ്ടും കുറെ നാൾ കഴിയുമ്പോൾ മാറ്റാനും തോന്നും. പിന്നെ അത് മറ്റൊരാളുടെ കയ്യിലിരിക്കുന്നത് കാണുമ്പോൾ ആയിരിക്കുള്ളൂ അതിന് കൂടുതൽ ഭംഗി തോന്നുക, അല്ലേ ഏട്ടാ? അത് ശരി. അപ്പൊ ഈ മൊബൈൽ ഫോണിന് ഭംഗിയുണ്ട്. നിനക്ക് ഇതിലൊരു സിം കാർഡ് ഇട്ടിട്ട് ഒരു കുഞ്ഞി കോൾ വിളിക്കാൻ ഒരു താല്പര്യമില്ലേ? ഒന്ന് പോയേട്ടാ, തമാശ പറയാതെ. എടാ, ജനിക്കണമെങ്കിൽ മനുഷ്യനായിട്ട് ജനിക്കണം. അത് നല്ല കുടുംബത്തിൽ ജനിക്കണം. ഞാൻ നല്ല കുടുംബത്തിൽ തന്നെയാ ജനിച്ചത്. ഓ, നല്ല കുടുംബം. നിനക്കറിയാമോ, ഇവക്കടെ അച്ഛൻ ഇപ്പോഴും ജയിലില്ല. ശരിയാണോ ചേച്ചി? അതിന് ഗാന്ധിജി വരെ ജയിലിൽ കിടന്നിട്ടുണ്ടല്ലോ. ഗാന്ധിജി ബ്രിട്ടീഷുകാരുടെ കുളിമുറിയിൽ ഒളിക്യാമറ വെച്ചിട്ടല്ല ജയിലിൽ പോയി കിടന്നത്. സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാ. നിങ്ങൾ സ്വാതന്ത്ര്യത്തിന്റെ കാര്യമൊന്നും പറയരുതേ. അജയം പൊട്ടൻ. എന്താടി നീ വിളിച്ചത്? അജയം പൊട്ടാന്നാ? നിന്നെ ഇന്ന് ഞാൻ. എന്താ പപ്പേട്ട കാണിക്കുന്നത്? തല്ലല്ലേ പപ്പേട്ട. ഈ സ്ത്രീ എന്ന് പറഞ്ഞ അമ്മയാണ്, ദൈവമാണ്, പ്രകൃതിയാണ്, പുണ്യമാണ്, പിണ്ണാക്കാണ്. ഒരിക്കലും ആ സ്ത്രീകളൊന്നും തല്ലരുത്, തള്ളി പറയരുത് പപ്പേട്ട. ഒരിക്കലും ഇല്ല. സ്ത്രീകൾക്ക് വേണ്ടി രോഷം കൊള്ളുന്ന മധു, നിന്റെ അമ്മ ഇപ്പൊ എവിടെയാ? അമ്മ ഇപ്പൊ വൃദ്ധസാധനത്തിലുണ്ട്. മാസം 650 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് ജീവിക്കാം. അതിനുള്ള പണിയാ തള്ള അവിടെ എടുക്കണുണ്ടെന്നേ. സ്വന്തം അമ്മയെ വൃദ്ധസദനത്തിലാക്കിയിട്ട് അവൻ നിന്ന് വീമ്പളക്കുന്നു. എടാ, അമ്മമാരെ കൊണ്ടാക്കാനുള്ള സ്ഥലമല്ല വൃദ്ധസദനം. അറിയാം ചേച്ചി, അച്ഛന്മാരെ കൊണ്ടാക്കുന്ന സ്ഥലമാണ് വൃദ്ധസ്ഥാനം എന്ന് അറിയാം. പക്ഷെ അച്ഛനെ ഓടിച്ചിട്ടിട്ട് കിട്ടിയില്ല. ആ കാരണവരും ഓടിക്കളഞ്ഞു. എടാ, അതല്ല. കുടുംബത്തിൽ സമാധാനം തരാത്ത സംശയ രോഗികളായി ഇങ്ങേരെ പോലെയുള്ള ആണുങ്ങളെ തൂക്കിയെടുത്ത് കൊണ്ടാക്കാനുള്ള സ്ഥലമാ വൃദ്ധസദനം. മനസ്സിലായോ? മതിയടി, അവൻ പോയി. ഞാൻ അവനോടല്ല, നിങ്ങളോടാ പറഞ്ഞത്. എന്റെ പൊന്നോ, എന്താ സൗന്ദര്യം! സത്യത്തെ കോപം വരുമ്പോഴാ നിന്റെ സൗന്ദര്യം വർക്കൗട്ട് ആവുന്നത്. നിങ്ങളൊന്ന് പോയി ഇങ്ങോട്ടൊന്ന് നോക്കിയടി. പോടുന്നു. ഇപ്പൊ നിന്നെ ആര് കണ്ടാലും പറയും ജൂഹിച്ചവള തന്നെ. ജൂഹിച്ചവളെയോ? ഞാനോ? ജൂഹിച്ചവളെ അല്ല, ഞാൻ ഊഹിച്ചവള് തന്നെ ഇന്ന്. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്നെ ഭയങ്കര പുച്ഛമാ, എനിക്കറിയാം. ഓ എന്റെ പൊന്നെ, കരയണ്ട. കരഞ്ഞു കരഞ്ഞ് ഇനി മുഖവും വയറും വീർപ്പിക്കണ്ട. അതിനെ ഞാൻ വയറ് വീർപ്പിച്ചില്ലല്ലോ. വയർ വീർപ്പിച്ചാ കൊല്ലും ഞാൻ. ഇതാ ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് എന്നെ ഭയങ്കര സംശയമാ. എന്റെ രാജി, ഒരു മസാല ദോശ തീരാവുന്ന പ്രശ്നമേ നമ്മൾ തമ്മിലുള്ളൂ. ഞാൻ ഓടിപ്പോയിട്ട് ഒരു മസാല ദോശ മേടിച്ചിട്ട് പറ്റേ? മേടിച്ചു തരോ? പിന്നെ നിനക്ക് മേടിച്ചു തരാതെ ഞാൻ ആർക്ക് മേടിച്ചു കൊടുക്കാനാ? അതെ, ഞാൻ മസാല ദോശ മേടിച്ചിട്ട് വന്നവരെ നീ വാതിലടച്ചിരുന്നോളാം. ആര് വന്ന് മുട്ടിയാലും തുറക്കരുത്. ശരി, എന്നാ വാതിലടച്ചോ. എന്തൊക്കെ പറഞ്ഞാലും അങ്ങേർക്ക് എന്നോട് ഭയങ്കര സ്നേഹ. അല്ലെങ്കിൽ മസാല ദോശ വാങ്ങിച്ചു തരാന്ന് പറയോ? ഇതാരാ ഈ നേരത്ത്? ദാ വരുന്നു. എടീ, ആര് വന്ന് വാതിലെ മുട്ടിയാലും തുറക്കരുതെന്ന് പറഞ്ഞിട്ട് എന്തിനാണ് ഈ വാതിൽ തുറന്നത്? ആരാടി ഇവിടെ സിഗരറ്റ് വലിച്ചത്? സിഗരറ്റ് വലിച്ചെന്നോ? ആര്? നിങ്ങൾക്ക് ഭ്രാന്താണ്. എന്നാ പറ, ആരാടി ഇവിടെ ഹാൻസ് പരാഗ് വെച്ചത്? ഹാൻസ് പരാഗോ? ആ, വായിലും മൂക്കിലും ഒരുപോലെ വെക്കുന്ന സാധനം. ഇവിടെ ആരും ഒന്നും വെച്ചിട്ടില്ല. ഒന്ന് പോ മനുഷ്യ. ശരി, ആരാടാ അത്? ആര്? എന്റെ നിഴലായിരുന്നാ? ഇപ്പൊ ഞാൻ ഇടിച്ചു കൊന്നേനെ. ഓ,
നിങ്ങളുടെ സംശയം ഒരു കാലത്ത് തീരില്ല. ഇപ്പൊ തീർന്നല്ല, ഞാൻ പെട്ടെന്ന് പോയിട്ട് മസാല ദോശ മേടിച്ചിട്ട് വരാട്ടാ. ഒന്ന് പെട്ടെന്ന് പോ മനുഷ്യ. എന്നെ പെട്ടെന്ന് പറഞ്ഞൂടാ, നിനക്കെന്താ ഇത്ര ധൃതി? അയ്യോ വിശന്നിട്ടാ. ഓ അതായിരുന്നാ, എന്നാ ഞാൻ ഒറ്റ ഓട്ടത്തിന് പോയിട്ട് വരാം. എന്റെ ഭഗവാനെ, ഈ നരകത്തിൽ നിന്ന് എങ്ങോട്ടെങ്കിലും ഇറങ്ങി പോവാന്ന് വിചാരിച്ച ഇയാള് നാട് മുഴുവൻ പറഞ്ഞു വരുത്തും ഞാൻ ആരുടെയോ കൂടെ ഒളിച്ചോടി പോയിന്ന്. എന്റെ വിധി, ഇയാള് പോയില്ലേ? ഓ, ഇന്ന് ഞാൻ ഇയാളെ കൊല്ലു, നോക്കിക്കോ. എന്താണോ തനിക്ക് വേണ്ടത്? ഇയാള് പോയില്ലേ? ചേച്ചി ഇത് ഞാനാണ്. അയ്യോ മധു ആയിരുന്നോ? ഞാൻ കരുതി പപ്പേട്ടനായിരിക്കും. അപ്പൊ പപ്പേട്ടൻ ഇവിടെ ഇല്ലേ? ഇല്ല. അത് നന്നായി. മധു, നീ എന്തിനാ വാതിലടക്കുന്നേ? അല്ല ചേച്ചി, കുറച്ചു നാളായി ഞാൻ ചേച്ചിനോട് ഒരു കാര്യം ചോദിക്കണം എന്ന് എഴുതിയിരിക്കണേ. എന്ത് കാര്യം? എപ്പ ചോദിക്കാൻ വന്നാലും ആ പപ്പേട്ടൻ ഉണ്ടാവും ഇവിടെ. മധു, നീ വേഷം കിട്ടല്ലേ? ഞാനാ ടൈപ്പൊന്നുമല്ല. പക്ഷെ ഞാൻ ആ ടൈപ്പ് ആണല്ലോ. കളിക്കല്ലേ, നീ വേഗം വാതിൽ തുറക്ക്. ചേട്ടനെങ്ങാനും ഇത് കണ്ടോണ്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ കൊലപാതകം നടക്കും. ചേട്ടൻ കണ്ടാലേ കുഴപ്പമുള്ളൂ, കണ്ടില്ലെങ്കിൽ കുഴപ്പമില്ലല്ലോ. അതില്ല. നീ അതും ഇതും പറഞ്ഞാൽ വഴി തെറ്റിക്കാതെ ഒന്ന് ഇറങ്ങി പോ മധു. ഞാൻ പോവൂല. അയ്യോ, എന്ന കാര്യം എന്താന്ന് വെച്ചാ നീ പറ. കൊറേ നാളായി എന്റെ മനസ്സിലുള്ള ഒരു ആഗ്രഹമാണ്. എന്താഗ്രഹം? എനിക്ക് നിനക്ക് എനിക്ക് നിനക്ക് എനിക്കൊരു 1000 രൂപ കടം തരും. അയ്യേ, അതായിരുന്നാ? എന്റെ കയ്യിലെങ്ങും കാശില്ല. അയ്യോ അങ്ങനെ പറയല്ലേ ചേച്ചി, ആ പലിശക്കാരൻ അണ്ണാച്ചി വീട്ടിൽ വന്ന് കുത്തിയിരിക്കാണ്. അതിന് ഞാൻ എന്നാ ചെയ്യാനാ? നീ ഒന്ന് ഇറങ്ങി പോ മധു. ചേട്ടൻ എങ്ങാനും കണ്ടോണ്ട് വന്ന പ്രശ്നമാവും. 1000 രൂപ തന്നില്ലെങ്കിലും കുഴപ്പമില്ല, ആ അണ്ണാച്ചി പോകുന്നവരെ ഞാനൊന്നും ഇവിടെ ഇരുന്നോട്ടെ. അതൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല. മധു വേഗം ഇറങ്ങിക്കേ. അയ്യോ, ഇതേ ചേട്ടൻ വന്നു. മധു വേഗം ഇറങ്ങിക്കേ. അതിനെന്തിനാ ചേച്ചി ഇങ്ങനെ പേടിക്കണേ? ഞാൻ ചെന്ന് വാതിൽ തുറക്കാം. അയ്യോ എന്റെ മധു, ഇങ്ങനെ മണ്ടത്തരം പറയരുതേ. ഇപ്പൊ വാതിലിൽ മുട്ട നടക്കുന്ന അങ്ങേര് ഇങ്ങോട്ട് കേറി വന്ന ഇവിടെ വെട്ട് നടക്കും. എങ്ങോട്ടെങ്കിലും ഒന്ന് പോ എന്റെ മധു. ചേച്ചി ഞാൻ ഒളിച്ചാ പോരെ? ഞാൻ ഒളിച്ചോളാം. എവിടെങ്കിലും പോയി ഒളിക്ക്. മധു ഒളിച്ചോടാ. ബാ നമുക്ക് ഒളിച്ചോടാം. ഇവിടെ പോരെ കത്തുമ്പോ വാല് വെട്ടല്ലേടാ. പിന്നെ ഒളിച്ചോടാന്ന് പറഞ്ഞത്? നീ എവിടെങ്കിലും പോയി ഒളിക്കാനാ പറഞ്ഞത്. ശരി 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 ചേച്ചി ടെൻഷൻ ആവണ്ട, ഞാൻ ആ ബെഡ്റൂമിൽ പോയി ഇരുന്നോളാം. ബെഡ്റൂമിലെങ്കിൽ ബെഡ്റൂമിൽ എവിടെങ്കിലും നീ ഒന്ന് പോയി ഒളിക്ക്. അങ്ങേര് വന്നു കഴിയുമ്പോഴത്തേന് അങ്ങയുടെ ശ്രദ്ധ തിരിച്ചിട്ട് നിനക്ക് ഞാൻ സിഗ്നൽ തരാം. അപ്പൊ ആരും കാണാതെ പുറകെ കൂടെ പതുക്കെ പൊക്കോണം. ഓക്കെ ഓക്കെ. എന്താടി വാതിൽ തുറക്കാൻ ഇത്ര താമസം? ആര്? പപ്പയിട്ടോ? കുടിക്കാൻ എന്താ വേണ്ട? ചായയോ കാപ്പിയോ ജ്യൂസ് എടുക്കട്ടെ? എന്തോ ഒരു പന്തികേടുണ്ടല്ലോ. അയ്യോ, മസാല ദോശ എന്തി? ആ മസാല ദോശയുടെ കാര്യം പറഞ്ഞപ്പോഴാ ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേ ചായക്കടക്കാരന്റെ ഭാര്യ പാൽക്കാരന്റെ പൊളിച്ചോടി പോയി. നീ എന്തിനാ അയ്യോ വെച്ചത്? അല്ല, നാളെ ഇപ്പൊ ഇവിടെ വരുന്നവരൊക്കെ അങ്ങനെ ചായ കുടിക്കും. ആ അത് ശരിയാണല്ലോ, പാൽക്കാരന്റെ ഒപ്പം ഉള്ള ഭാര്യ പോയേക്കണത്. ഈ വിവരം അറിഞ്ഞിട്ട് ചായക്കട മൊത്തം ആൾക്കാർ കൂടി. അപ്പൊ നീ എന്തായി നോക്കണത്? പപ്പേട്ടനെ എന്നെ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലേ? പപ്പേട്ടനെ ഇന്ന് ഭയങ്കര സുന്ദരനായിരിക്കുന്നു. ഞാനാ? എന്നാ ഞാൻ അകത്ത് പോയി കണ്ണാടി ഒന്ന് നോക്കിട്ട് വരാം. പോയിട്ട് വാ. ഞാൻ പറയുന്ന വിശ്വാസല്ലേ? വിശ്വാസമാണ്, എന്നാലും ഞാനൊന്ന് നോക്കിട്ട് വരാം. അയ്യോ വേണ്ടെന്നേ. എന്താന്ന്? പപ്പേട്ടാ, എന്താണ്? ഞാൻ ഒരു കാര്യം പറയട്ടെ. ആ എങ്ങോട്ട് നോക്കി? അവിടെ അവിടെ എന്താ? എന്താ? അതുപോലെ തേൻ പോലെയാണ് എന്റെ പപ്പേട്ടെന്ന്. അങ്ങനെയാണാ? നീയേ അങ്ങോട്ട് നോക്കാൻ പറഞ്ഞപ്പോ ഞാൻ വേറൊരു കാര്യം ആലോചിച്ചു. ഇന്നലെ രാത്രി ഒരു സംഭവം ഉണ്ടായി. എന്താടി? ആവി എടുക്കുന്നത്. നിനക്ക് ആവി എടുക്കണേ, നീ എന്നെ വീശണല്ലേ? അയ്യോ അത് ശരിയാണല്ലോ, എനിക്ക് ആവി എടുക്കുമ്പോ ഞാൻ തന്നെയല്ലേ വീശേണ്ടത്. നീ ഇവിടെ നോക്ക്. കഥ ഇന്നലെ രാത്രി ഒരു സംഭവം എന്ന് പറഞ്ഞാ, ഞാൻ മൂത്രമൊഴിക്കാൻ അവിടെ ചെന്നപ്പോ ഉണ്ടല്ലോ, ഒരാള് കിടന്ന് പതുങ്ങനോടാ. ഞാൻ പറഞ്ഞു നിക്കണവിടെ. അതുവാണോടാ? അതെ. നീ എന്താ പാതിരാത്രി ഇവിടെ വന്ന് നിക്കണത്? ഞാനൊന്ന് നടക്കാൻ ഇറങ്ങിയതാ. ഊണ് കഴിച്ചോടാ? കഴിച്ചല്ല. എന്തായിരുന്നു കറി? പരിപ്പ് ഉരുളക്കിഴങ്ങും. ആ അപ്പൊ ഒന്നും നടക്കണതല്ല. എന്നാ ഓക്കേടാ, പിന്നെ കാണാം. ഇത് പറഞ്ഞതും അത് നേരെ അങ്ങോട്ട് പോയി. അല്ല ഞാൻ ഇല്ലാത്ത സമയം നോക്കി ഇവള് വല്ല ജാരനെ വിളിച്ച് കയറ്റിയതാണോ? എന്നാന്ന് അറിയണോല. മധുവിനെ വിളിച്ചു നോക്കാം. ഹലോ ഹലോ, മധുവാണടാ? മധുവാണല്ലോ. ഇപ്പൊ എവിടെ? ഞാൻ വീട്ടില്. ഇന്നലെ നമ്മള് വല്ല കാണുമോ സംസാരിക്കുക ചെയ്തോ? കണ്ടിരുന്നല്ലോ നമ്മള് തമ്മില് രാത്രി. മറ്റേ പരിപ്പ് ഉരുളക്കിഴക്കിന്റെ ഒക്കെ സംസാരിച്ചത്? ആ നമ്മളല്ലേ. എന്റെ ദൈവമേ, ഒന്നുമില്ലടാ, ഞാൻ ചുമ്മാ വിളിച്ചതാ. ആണാ? പിന്നെ പണിയില്ലടാ. ആ പണിക്ക് പോകാൻ ഇറങ്ങിയതാണ്. എന്നാ ഞാൻ പൊക്കോട്ടെ ഏട്ടാ. പൊക്കോട്ടെന്നാ വെച്ചോട്ടെന്നല്ലേ പറയണത്? വെച്ചോട്ടെ ഏട്ടാ. ഓക്കെടാ. അല്ല ചേട്ടൻ എന്താ ഇവിടെ? അയ്യോ ഞാൻ ഫോൺ ചെയ്തിട്ട് കയറി വന്നു പോയതാ. അപ്പൊ കുഴപ്പമില്ല, പോയിട്ട് വരാം.
നീ എന്താണ് ഇവിടെ? അത് തന്നെയാണ് ഞാൻ ചോദിക്കണത്. ഞാനെന്താ ഇവിടെ? എടീ, ഇവനെന്താണ് ഇവിടെ കാര്യം? നിനക്ക് എന്താണ് ഇവിടെ കാര്യം? അത് കൊള്ളാം. ഞാൻ ചേട്ടനില്ലാത്ത 1000 രൂപ ചോദിക്കാൻ വന്നത് മറന്നുപോയാ. അത് ആ ചേട്ടാ 1000 രൂപ കടം ചോദിക്കാൻ വേണ്ടി വന്നതാ. 1000 രൂപ കടം ചോദിക്കാൻ നീ എന്താണ് റിസർവ് ബാങ്കാ? എടാ അത് നീ പെണ്ണുങ്ങളോട് മാത്രമേ കാശ് കടം ചോദിക്കുള്ള, എന്നോട് ചോദിക്കൂലേ? എന്നാ എനിക്കൊരു 1000 രൂപ തന്നെ. എന്റെ പട്ടി തരൂ. ഇതാ ചോദിക്കാത്തത്. ചോദിച്ചാൽ തരൂലെന്ന് എനിക്കറിയാം. അതൊന്നും അല്ല കാര്യം. നിങ്ങൾ തമ്മിൽ എന്തോ ബന്ധമുണ്ട്. ഡൈവോഴ്സ്. അയ്യോ പപ്പേട്ട അങ്ങനെ പറയല്ലേ. ഒന്നും പറയണ്ട. ഡൈവോഴ്സ്. അയ്യോ ഒന്ന് പറഞ്ഞു കൊടുക്കും അത്. എന്റെ പപ്പേട്ട ഞാനൊന്ന് പറഞ്ഞോട്ടെ. നോ ഡൈവോഴ്സ്. അതിനെന്തിനാണ് എന്നെ ഡൈവോഴ്സ് ചെയ്യണത്? നിന്നെയല്ല എന്നെ ഡൈവോഴ്സ്. ഞാനെന്തിനാണ് എന്നെ തന്നെ ഡൈവോഴ്സ് ചെയ്യണത്? ഇവളെ ഡൈവോഴ്സ്. അയ്യോ പപ്പേട്ട അങ്ങനെ പറയരുത്. ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. ഇങ്ങനെയല്ലേ മാറ്റി പറയാം. ഡൈവോഴ്സ്. എന്റെ ചേട്ടൻ ഞാൻ വേണ്ട വേണ്ട വേണ്ട. ഡൈവോഴ്സ്. ഉറപ്പാണ് നിങ്ങൾക്ക് എന്നെ വേണ്ട. എനിക്ക് വേണ്ട വേണ്ട വേണ്ട. ഡൈവോഴ്സ്. എന്നെ വേണ്ടാത്ത നിങ്ങളെ എനിക്കും വേണ്ട. എടാ മധു വാ നമുക്ക് പോവാം. നിങ്ങൾ അങ്ങനെ പോയാൽ അങ്ങനെ ശരിയാവും. എനിക്ക് ആരെങ്കിലും സംശയിക്കാൻ വേണ്ടേ? നിങ്ങൾക്ക് സംശയിക്കാൻ ഇനി ഞാൻ ഇവിടെ നിക്കത്തില്ല. ഞാൻ പോവാ. അങ്ങനെ പറയുന്നത് രാജി നീ പോവല്ലേ? എടാ അതൊന്നും പറഞ്ഞു കൊടുക്ക. എന്റെ ചേട്ടാ ഈ ചേച്ചി വെറും പാവമാണ്. ചേട്ടന്റെ ഒടുക്കത്തെ സംശയമാണ് ഇതിനകത്തൊക്കെ കാരണം. ഞാൻ വെറും ഒരു 1000 രൂപ കടം ചോദിക്കാൻ വേണ്ടി വന്നതാ. ചേട്ടനെ പേടിച്ചിട്ടാണ് ചേച്ചി എന്നെ ഇതിനകത്ത് ഒളിപ്പിച്ചിരുത്തിയത്. ഇനിയെങ്കിലും ഈ സംശയമൊക്കെ മാറ്റി വെച്ച് മര്യാദക്ക് ജീവിക്കാൻ നോക്ക്. എങ്ങനെ ജീവിക്കാം? അവള് പോണെന്ന് പറയണ്. ചേട്ടനൊന്ന് സ്നേഹത്തോടെ വിളിച്ചാ മതി. ചേച്ചി വരും. ചുമ്മാ മനുഷ്യനെ മെനക്കെടുത്താനായിട്ട് കാലത്തെ. ഛേ ബോറായി പോയല്ലേ. വെറുതെ ഞാൻ എന്റെ ഭാര്യനെ സംശയിച്ചു. അതും ആ മധുവിനെ കുറിച്ച്. എന്റെ പൊന്നോ, ഞാൻ എടുത്തു വളർത്തിയ കൊച്ചാണേ അത്. ശേ രാജി അങ്ങോട്ട് നോക്കിയേ. ഇനി എന്നെ മധുവിനെ സംശയിക്കോ? ഒരിക്കലുമില്ല. ഉറപ്പ്? ഉറപ്പ്. പക്ഷെ എനിക്ക് വേറൊരു സംശയമുണ്ട്. എന്ത്? ആരാടിയാ കർട്ടന്റെ മറയിരിക്കുന്നത്? രാജി. അത് നീയല്ലേ? അതല്ല, നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഞാൻ രാജി വെച്ചിരിക്കുന്നു. ഇതാ എന്റെ രാജിക്കത്ത്. രാജി വെച്ചിരിക്കുന്നു. ആരൊക്കെ പോയാലും എന്തൊക്കെ സംഭവിച്ചാലും കർട്ടന്റെ പുറകിലിരിക്കുന്ന ചാരനെ ഞാൻ പിടിച്ചിരിക്കും. ആരാ നീ? ഞാൻ ഒരു നിഴല. എന്റെ ഏട്ടന്റെ അല്ല, പിന്നെ വേറെ ആരുടെയോ. ഞാൻ പിന്നെ പോയി നോക്കിട്ട് വരാം. വേഗം ചെല്ല്, അല്ലെങ്കിൽ ആ മനുഷ്യൻ വല്ലാതെ വ്യസനപ്പെടും. ദൈവമേ രക്ഷപ്പെട്ട്. ഞാൻ ഒരു കാലത്ത് നന്നാവൂലട്ടാ. വെറുതെ എന്റെ ഭാര്യ ഞാൻ പിന്നെ സംശയിച്ചു. എനർജി സോങ്ങിന് ശേഷം ഇനിയും വീണ്ടും ചിരിപ്പിക്കാൻ എത്തുന്നു രമേശ് പിഷാരടി ആൻഡ് ധർമ്മജൻ. പഴയകാല സൂപ്പർ ഹിറ്റ് മലയാള ചലച്ചിത്രങ്ങൾക്ക് രണ്ടാം ഭാഗം പുറത്തു വരുന്നത് ഇപ്പോഴത്തെ ഒരു പതിവ് കാഴ്ചയാണ്. സേതുരാമയ്യരും 2 ഹരിഹർനഗറും ഒടുവിലിത സാഗർ ഏലിയാസ് ജാക്കി നിങ്ങളുടെ മുന്നിലെത്തുമ്പോൾ ഇവിടെ ഒരു പഴയകാല കഥാപാത്രം രണ്ടാം ഭാഗവുമായി നിങ്ങളുടെ മുന്നിലെത്തുകയാണ്. മറ്റാരുമല്ല, ചെമ്മീനിലെ പരീക്കുട്ടി. പരീക്കുട്ടി ഈസ് റീലോഡഡ്. വെളുത്തമ്മേ, നേരം വെളുത്തമ്മേ. എന്റെ ഈശ്വര രക്ഷിക്കണേ എന്നെ മാത്രം. തുറയിലെങ്ങും ആരെയും കാണുന്നില്ലല്ലോ. അയ്യോ, അച്ഛനുമില്ല അമ്മയുമില്ല. അയ്യോ, ഞാനിന്ന് അർമാദിക്കും. ഈശ്വര, എന്റെ കൊച്ചു മുതലാളിയുടെ എൻട്രി മ്യൂസിക് ആണല്ലോ ആ കേൾക്കുന്നത്. കറുത്തമ്മേ, അതല്ല പഴയ കഥ. ഇനി വരുന്നത് ഒരു പുതിയ പരീക്കുട്ടിയാണ്. യെസ്, പരീക്കുട്ടി ഈസ് റീലോഡ്. കൊച്ചു മുതലാളി പുതിയ രൂപത്തിലും ഭാവത്തിലുമാണെന്ന് പറഞ്ഞിട്ട് പഴയ മുഷിഞ്ഞ മുണ്ടും ഷർട്ടും തന്നെയാണല്ലോ ധരിച്ചിരിക്കുന്നത്. കരുത്തമ്മ, മ്യൂസിക് മാത്രമേ കാസറ്റ് കടയിൽ നിന്നും കിട്ടിയുള്ളൂ. മോഹൻലാൽ ഇട്ട പാന്റ് ഷർട്ടും ഒന്നും അവന്മാര് തന്നില്ല. ഇന്നാ ഇത് കടലമ്മയ്ക്ക് കൊടുക്ക്. കടലമ്മയ്ക്ക് കൊടുക്കാനോ? എന്ത്? അതല്ല, ഈ കടല നിന്റെ അമ്മയ്ക്ക് കൊടുക്കാൻ.
മൊച്ചു മുതലാളി. ഏ അല്ല, കൊച്ചു മുതലാളി. കരുത്തമ്മ, നീ എന്നെ വിട്ടു പോയാൽ ഞാൻ ഈ കടാപ്പുറത്ത് കൂടെ പാടി പാടി ചങ്ക് പൊട്ടിച്ചാകും. അരുത് മുതലാളി, അരുത്. അതിനു മുമ്പ് നാട്ടുകാര് നിങ്ങളെ തല്ലിക്കൊന്നോളും. ഒരു വശത്ത് FM റേഡിയോക്കാരെ കൊണ്ടുള്ള ശല്യം, മറുവശത്ത് കൊച്ചു മുതലാളിയെ കൊണ്ടുള്ള ശല്യം. കരുത്തമ്മേ, എന്റെ കൊച്ചു മുതലാളി. ഈ വിളികാരണമാണ് ഞാൻ വണ്ണം വയ്ക്കാത്തത്. കൊച്ചു മുതലാളി, ഞാൻ ഇന്നലെ ഒരു സ്വപ്നം കണ്ടു. എന്നെയാണോ? അല്ല, വലിയൊരു സുനാമി. കരുത്തമ്മേ, ആരുടെ സുനാമിയാടി നീ സ്വപ്നം കണ്ടത്? ഞാൻ ജീവിച്ചിരിക്കുമ്പോ ഒരു സുനാമിക്ക് നിന്നെ ഞാൻ വിട്ടുകൊടുക്കില്ല. കൊച്ചു മുതലാളിക്ക് എന്നോട് അത്രയ്ക്ക് ഇഷ്ടമാണോ? തീർച്ചയായും. അയ്യോ, കൊച്ചു മുതലാളിയുടെ കൈക്ക് ഇതെന്ത് പറ്റി? ഇന്നലെ മീൻ പിടിക്കാൻ പോയപ്പോ ഒരു നത്തോലി മീൻ എന്നെ ആക്രമിച്ചു. അതിനെ നത്തോലി മീൻ ആക്രമിക്കുമോ? കരുത്തമ്മ, ഒരൊറ്റമുണ്ട് മാത്രം ഉടുത്ത് കുളത്തിലിറങ്ങി നിന്നു നോക്കണം. അപ്പോഴറിയാം നത്തോലി മീനിന്റെ ആക്രമണം. പക്ഷേ അവറ്റകൾക്ക് എന്നെ തോൽപ്പിക്കാനായില്ല. കാരണം പരീക്കുട്ടി ഈസ് റീലോഡഡ്. എങ്ങനെയുണ്ട് എന്റെ ഈ പുതിയ സ്റ്റൈൽ? വേണ്ട കൊച്ചു എങ്ങോട്ടാണ് ഓടുന്നത്? വേണ്ട കൊച്ചു മുതലാളി. ഞാനല്ലേ വിളിക്കുന്നത്? അയ്യോ, കരുത്തമ്മേ, ഇങ്ങ് അടുത്ത് വരൂ. വാ, വണ്ടിക്കാശ് മുതലാക്കട്ടെ. വേണ്ട കൊച്ചു മുതലാളി. വേണ്ട കരുത്തമ്മ. ഈശ്വര, ഇന്നലത്തെ അതേ സമയത്ത് തന്നെ ഇന്നും നേരം വെളുത്തു. ഇതെന്തൊരു പരീക്ഷണം! ഇവിടെ എന്തോരം പണികളാണ് എന്റെ ദൈവമേ. മുറ്റം അടിച്ചിട്ടില്ല, പറഞ്ഞിട്ടില്ല, പല്ല് തേച്ചിട്ടില്ല, ഒരു തുള്ളി വെള്ളം തരാൻ പോലും ഇവിടെ ആരുമില്ല. ഭാർഗവ, പ്രഭാകരോ, സോമശേഖരനോടാ വന്നോന്ന്. എന്തിനാ അച്ഛാ ഞങ്ങളെ വിളിപ്പിച്ചത്? നിങ്ങളെ ഒന്നും എനിക്ക് കാണണ്ട. ശരി അച്ഛാ. നിൽക്കണവിടെ. മക്കളാണത്രേ മക്കൾ. മക്കളെ കണ്ടും മാമ്പു കണ്ടും കൊതിക്കരുതെന്നാ ചൊല്ല്. എടാ, നിങ്ങളുടെയൊക്കെ അമ്മയുണ്ടായിരുന്നെങ്കിൽ എന്റെ ഊപ്പാട് വന്നേനെ. എന്റെ അച്ഛൻ ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു ഇവിടെ ഒരു വേലക്കാരിയെ നിർത്തണമെന്ന്. അതേടാ, നിങ്ങൾ തന്നെ അത് പറയണം. എത്ര വേലക്കാരികളെ നിർത്തിയിരുന്ന വീടായിരുന്നു ഇത്. എന്ത് കാര്യം? വേലി തന്നെ വിളവ് തിന്നില്ലേ? അച്ഛന്റെ ഒരു മുടിഞ്ഞ പഴഞ്ചൊല്ലി. ഈ പഴഞ്ചൊല്ലി കാരണം ഇവിടെ വന്ന കംപ്ലീറ്റ് വേലക്കാരികൾ പോയത് അറിയാവാ? വേണ്ട, പഴഞ്ചൊല്ലിൽ പതിരില്ല മോനെ. പിന്നെ ഞാൻ നിങ്ങളെയൊക്കെ വിളിപ്പിച്ചത് ഒരു പ്രധാന കാര്യം പറയാനാ. ഇന്നിവിടെ പുതിയൊരു വേലക്കാരി വരുന്നു. കണ്ട എങ്ങനെ പിടിച്ച പിള്ളേര് ചക്കക്കൂട്ടാൻ കണ്ട പോലുള്ള ആക്രാന്തം കണ്ട. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, ഇനി കുരുത്തക്കേട് കാണിച്ച പുറത്താക്കുന്നത് വേലക്കാരി ആയിരിക്കില്ല, നിങ്ങളെ ആയിരിക്കുള്ളൂ. എലി പുന്നല് കണ്ട പോലെ നോക്കി നിൽക്കാതെ പണിക്ക് പോടാ. അവരെ പറഞ്ഞിട്ട് എന്ത് കാര്യം? എന്റെ അല്ലേ മക്കള്. മത്ത കുത്തിയാ കുമ്പളം മുളക്കോ? നമസ്കാരം മുതലാളി, ഞാനാണ് ഇവിടുത്തെ പുതിയ ബാലക്കാരി, വേലക്കാരി. എന്റെ ലൈലാമ്മേ, നിന്നെ പോലുള്ള ഒരു വേലക്കാരിയെ കിട്ടാൻ വേണ്ടി ഞാൻ എന്തുമാത്രം കഷ്ടപ്പെട്ടെന്ന് അറിയാവാ? പിന്നെ നിനക്ക് ഈ പരിസരമൊക്കെ ഇഷ്ടപ്പെട്ടു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് വൃക്ഷലതാദികളാ. പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഫലമൂലാദികളാ. ഒരു കാര്യം പറഞ്ഞേക്കാം, എനിക്ക് 3 മക്കളെ. എന്റെ മക്കളായതുകൊണ്ട് പറയുകയല്ല, ഇത്രയും വൃത്തികെട്ടവന്മാരി പഞ്ചായത്തിലില്ല. പിന്നെ സൂക്ഷിച്ചും കണ്ട് നിന്ന നിനക്ക് കൊള്ളാം, ഇല്ലെങ്കിൽ നിനക്ക് കൊള്ളും. മുതലാളി പേടിക്കണ്ട, ഞാൻ മുമ്പ് നിന്ന 5 വീട്ടിലും ഇതിലും ഭയങ്കരന്മാരായിരുന്നു. അവരെയൊക്കെ വരച്ച വരയിൽ നിർത്തിയിട്ടുള്ളവളാ ഈ ലൈലാമ്മ. നടക്കട്ടെ, ജോലി നടക്കട്ടെ. ഞാനൊന്ന് കറങ്ങിയേച്ചു വരാം. പിന്നെ നമുക്ക് ഇനിയും പരിചയപ്പെടാനുണ്ട്. ശരി മുതലാളി. ഓ, എന്റെ ലൈലാമ്മേ. ഇതാര്? ശാന്തയോ? നീ എന്താ ഇവിടെ? എന്റെ ശാന്ത, ഇതെന്റെ വീടാണ്. ഞാനിവിടെ പുതിയതായി വന്ന വേലക്കാരിയാ. ഓ, ലീവ് എടുത്ത് വന്നത് എത്ര നന്നായി. എനിക്ക് എന്റെ പഴയ ശാന്തയെ ഒന്ന് കാണാൻ പറ്റിയല്ലോ. ഭാർഗവേട്ടനാണോ മൂത്തത്? അല്ല, അച്ഛനാ മൂത്തത്.
കുറച്ച് കഴിയുമ്പോ ഞാനും മൂക്കും. അയ്യോ അതല്ല, തലയ്ക്ക് മൂത്തത്. ആ അത് അനിയനാ. അവൻ 3-4 വർഷമായിട്ട് മരുന്ന് കഴിച്ചോണ്ടിരിക്കല്ലേ. എന്താ ശാന്തേ? മക്കളിൽ മൂത്തത്. ആ അതാണോ? അത് ഞാനാ. ആ ശാന്തേ, നമ്മൾ ആദ്യമായി കണ്ടുമുട്ടിയത് ഓർമ്മയുണ്ടോ? കണ്ടത് ഓർമ്മയില്ല, പിന്നെ മുട്ടിയത് ഓർമ്മയുണ്ട്. അയ്യോ ഭാർഗവേട്ട, പുറത്താരോ വന്നു. ശാന്തേ, ഇതൊന്നും ആരോടും പറയരുത് കേട്ടോ. നമുക്ക് പിന്നെ കാണാം. അയ്യോ ഇതാണ് സുഷമ്യോ. അയ്യോ ഞാനിവിടെ പുതിയതായി ജോലിക്ക് വന്ന പ്രഭാകരൻ ഇവിടെ. ഇതെന്റെ വീടല്ലടോ. നീ ഇവിടെ വേലക്ക് വന്നതാ. ഇന്ന് നിന്നെ ഞാൻ കൊല്ലു. ഈ പ്രഭാകരന്റെ ഒരു സ്നേഹം പിന്നെ വേലക്കാരിയായിട്ടാണ് നീ എന്റെ അടുത്തൊന്ന് എത്തിയല്ലോ. എനിക്കത് മതി, എനിക്കത് മാത്രം മതി. എനിക്കത് മതി. ആണോ? അതൊക്കെ പോട്ടെ സുസു, നിനക്ക് ഓർമ്മയുണ്ടോ അന്ന് ഓണ ദിവസം ഞാൻ ഫാൻസി ഡ്രസ് മത്സരത്തിൽ അനുമാന്റെ വേഷം കെട്ടിയിട്ട് എനിക്ക് 2ാം സമ്മാനം കിട്ടിയത്? അതാ അപ്പൊ കുഴപ്പമായത്. ഏത് വേഷം കെട്ടാതിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ചേട്ടൻ 1ാം സമ്മാനം തന്നെ കിട്ടിയാനെ. നിന്റെ ഒരു വളിച്ച തമാശ. ഞാനൊരു കാര്യം പറഞ്ഞു. ഐ ആം വെരി ഹാപ്പി. എന്റെ സൂസു, എത്ര കാലമായി നമ്മളിങ്ങനെ നടിച്ചു പൊളിച്ചിട്ട്. അയ്യോ പ്രഭാകരന്റെ പുറത്താരോ വന്നു തോന്നുന്നു. ആരെങ്കിലും വന്നോ? എന്നാ ഞാനൊരു കാര്യം ചെയ്യാം, അകത്തിരിക്കുക. പിന്നെ സുസു, നമ്മൾ തമ്മിലുള്ള ഈ ബന്ധം ആരും അറിയരുത്. ഞാനകത്ത് കാണും, ഞാനകത്തുണ്ടാവേ, ഞാനകത്തേക്ക് പോവാണേ എന്റെ സുസു. രക്ഷപ്പെട്ടു. ഈശ്വര, ഇതാര്? എന്റെ സോമേട്ടനോ? നീ? ഞാൻ സുഷമ. കനകം. സോമേട്ടാ. കനകം. സോമേട്ടാ. കനകേട്ടാ. സോമം. കനകേട്ടാ. സോമം. എന്തായാലും നീ ഇവിടെ വേലക്കാരായിട്ട് വന്നത് നന്നായി. എനിക്ക് നിന്നെ എപ്പോഴും കണ്ടോണ്ടിരിക്കാലോ. വേണ്ട, എന്നോട് മിണ്ടണ്ട. എന്നെ കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞിട്ട് പിന്നീട് നമ്മൾ കാണുന്നത് ഇപ്പോഴല്ലേ. എനിക്കറിയാം ചേട്ടൻ എന്നോട് ഒട്ടും സ്നേഹമില്ല. അങ്ങനെ പറയരുത് കനകം. നിനക്ക് വേണ്ടി എന്നെ പെറ്റ് വളർത്തിയവരെ പോലും ഉപേക്ഷിച്ച് വരാൻ ഞാൻ തയ്യാറാണ്. ചേട്ടന് വേണ്ടി ഞാൻ പെറ്റ് വളർത്തിയവരെ പോലും ഉപേക്ഷിക്കാൻ ഞാനും തയ്യാറാണ്. അതൊക്കെ പോട്ടെ, എന്തൊക്കെയുണ്ട് കനകം പിന്നെ വിശേഷങ്ങൾ? ചേട്ടാ, നമ്മുടെ പ്രേമ വല്ലരി പൂത്തൊലിയുമോ? തൊലയും കനകം, തൊലയും, പൂത്തൊലയും. കനകം, കഴിഞ്ഞതൊന്നും ഞാൻ മറന്നിട്ടില്ല. ഞാൻ അയ്യോ അച്ഛൻ. തീക്കട്ടയിൽ ഉറുമ്പരിക്കുന്നോടാ. എടാ മക്കളെ, നിങ്ങൾക്ക് 3 ആൾക്കും വിവാഹപ്രായം എത്തിയെന്ന് ഈ അച്ഛനും മനസ്സിലായടാ. പക്ഷെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങളെ 3 പേരെയും നിങ്ങളുടെ അമ്മ ഇരട്ട വെച്ചതാടാ. എന്താ കുഴപ്പം? തെറ്റിപ്പോയ? എടാ മക്കളെ, നിങ്ങളുടെ 3 പേരുടെയും വിവാഹം ഒരേ ദിവസം ഒരേ വേദിയിൽ വെച്ച് നടത്തണമെന്നാണ് ഈ അച്ഛന്റെ ആഗ്രഹം. അച്ഛാ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താടാ? ഞാനൊരു പെൺകുട്ടിയെ സ്നേഹിക്കുന്നു, ശാന്ത. അവളെ മാത്രമേ ഞാൻ കല്യാണം കഴിക്കൂ. ചേട്ടൻ പറഞ്ഞ സ്ഥിതിക്ക് ഞാനും ഇനി ഒന്നും മറച്ചു വെക്കുന്നില്ല. ഞാനും ഒരു പെണ്ണിനെ സ്നേഹിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എനിക്ക് വരുത്തിയ ഇഷ്ടമാണല്ലോ കനകം. അത് ശരി. അപ്പൊ കാര്യങ്ങൾ ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ഈ അച്ഛൻ ഒരു പെണ്ണിനെ കെട്ടാൻ തീരുമാനിച്ചു. നമ്മുടെ പുതിയ വേലക്കാരി ഈ നിൽക്കുന്ന ലൈലാമ്മ. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. സമയക്കുറവെല്ലാം ഞാൻ കുറച്ച് ഐറ്റംസ് മാത്രമാണ് അവതരിപ്പിക്കുന്നത്. എല്ലാവരും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കണം. ഒന്ന് കൈയടിക്കും. ആദ്യമായി ഒരു കല്യാണമേളത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുന്നു.
ഉറക്കാൻ പാടുപെടുന്ന അമ്മ. മലയാള സിനിമയിലെ ഒരു ഹാസ്യ നടി കൽപ്പന. എന്റെ വിളിയുമ്പോൾ സ്വാമി ഇതിനോട് പറഞ്ഞ മനസ്സിലാകത്തില്ലയോ? ഇതേക്കോട് ജീവിതത്തിലേക്ക് ഒയ്യ് എവിടെ തന്നെ കണ്ണാറ കാണിക്കുന്നത് എനിക്ക് ഒയ്യ് അറിയുമേലാണ്ട് ചോദിക്കുവാ നിന്നെ പോയില്ലേടാ മെമ്പെങ്കിമാരും എനിക്ക് ഒയ്യ. നന്ദനം എന്ന ചിത്രത്തിലൂടെ പ്രശസ്തി നേടിയ നടി നവ്യ നായർ. ഒരു പാഴ്മോഹം എന്റെ പൊട്ട മനസ്സിൽ തോന്നിയപ്പോ ഞാനോട് ഇന്നത്തെ വന്നത്. എന്തിനായിരുന്നു ഈ പാവം പെണ്ണിനെ സ്വപ്നം കാണിച്ചത്? എന്നും കെടാണ്ട് ഞാൻ ഇത്തിരി തെളിക്കാതാ. ഞാൻ ഇത്തിരി തെളിക്കില്ല. എടുത്താക്കിയിട്ട് വെളിച്ചത്ത് നിശ്ചയിക്കണ്ട. എനിക്ക് കാണാൻ ഈ മുഖം. അടുത്തായി ഇപ്പോഴത്തെ നമ്മുടെ പ്രതിപക്ഷ നേതാവും മുൻ മുഖ്യമന്ത്രിയുമായിരുന്ന ശ്രീ PS അച്യുതാനന്ദൻ. വളരെ വ്യക്തവും ശക്തവുമായി പറയുകയാണെങ്കിൽ ഈ കേബിൾ വിഷന്റെ വാർഷികാഘോഷത്തിന് എന്റെ എല്ലാവിധ അഭിവാദ്യങ്ങളും നേരുന്നു. നമ്മെല്ലാം വിട്ടുപിരിഞ്ഞ ലീഡർ ശ്രീ K. കരുണാകരൻ. എന്റെ അഭിലാഷം എന്നെ പറയുന്നത് എന്റെ മോനെ മുഖ്യമന്ത്രിയായി കാരണമെന്നാണ്. അത് സാധിച്ചില്ല. ജയ് ഗുരുവായൂരപ്പ. മലയാള സിനിമയിലെ കൽപ്പനയെ പോലെ മറ്റൊരു ഹാസ്യ നടി ബിന്ദു പണിക്കർ. ഏട്ടാ അശോക, നിനക്കറിയോ പണ്ട് ഞാൻ കോളേജിൽ പഠിക്കുമ്പോ എനിക്കായിരുന്നു ക്ലാസ്സിൽ ഫസ്റ്റ്. പക്ഷെ റിസൾട്ട് വന്നപ്പോ ഞാൻ തോറ്റു. അതെങ്ങനെയാ? അവറ്റകൾക്ക് എന്നോട് സ്നേഹമില്ലല്ലോ. എന്തായാലും ഒന്ന് കൈയടിക്കത്, ഒന്ന് കൈയടിക്ക. അടുത്തായിട്ട് മലയാള സിനിമയിൽ ഒരു വേറിട്ട ശബ്ദം ഉടനെയാണ് ശ്രീ ജനാർദ്ദനൻ. സാരായം കൊണ്ട് കൊട്ടാരം നശിപ്പിച്ചു. തമിഴിലെ സൂപ്പർ സ്റ്റാർ വിജയ്. നമുക്ക് മുന്നാടി നോട്ടം തന്ന സ്വന്തം സക്കട മുന്നാടിയാണ് ഉനക്കൊന്ന് പോലീസുകാർ പൂത്തത്. വറ 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 വീട്ടുകുറുന്നത്. മലയാള സിനിമയുടെ കാരണവരായ ശ്രീ KTS പഴമയിൽ. എന്റെ മകനാണ് ഇവൻ, ഇവന്റെ മകനാണ് അവൻ, അവന്റെ മകനാണ് വീരേന്ദ്രൻ. അവസാനമായിട്ട് ഒരൈറ്റം കൂടി അവതരിപ്പിച്ച് ഞാൻ നിർത്തുകയാണ്. ഇപ്പൊ എല്ലാവരുടെ കയ്യിലും മൊബൈൽ ഫോണുകൾ ഉണ്ടാവുമല്ലോ. നമ്മൾ റേഞ്ച് ഇല്ലാത്തൊരു സ്ഥലത്തേക്ക് വിളിക്കുകയാണെങ്കിൽ നിങ്ങൾ വിളിക്കുന്ന സബ്സ്ക്രൈബർ പരിധിക്ക് പുറത്താണ്, ദയവായി അല്പസമയം കഴിഞ്ഞ് വിളിക്കുക എന്ന് പറയും. നമ്മൾ റേഞ്ച് ഇല്ലാത്തൊരു സ്ഥലത്തേക്ക് വിളിക്കുകയാണെങ്കിൽ അവിടുത്തെ ആൾക്കാരുടെ ശൈലി എങ്ങനെ പറയുമെന്ന് നോക്കാം. തിരുവനന്തപുരം ജില്ലയിലേക്ക് വിളിക്കുകയാണെങ്കിൽ അപ്പി എന്തിനു പറയാൻ, എത്ര നേരമായിട്ട് പറഞ്ഞു റേഞ്ചിലെന്ന് തള്ളെ കലിപ്പ് തീരല്ലോ എന്ന് പറയാം. തൃശ്ശൂർ ജില്ലയിലേക്ക് വിളിക്കുകയാണെങ്കിൽ
എന്തുട്ട ശബി എത്ര നേരിട്ട് പറഞ്ഞ റേഞ്ചിൽ മോദിക്കിട്ട് കീറാണ്ടതിൽ മുതൽ ഷേപ്പണ് മാറ്റാ എന്ന് പറയും. മലപ്പുറം ജില്ലയിലേക്ക് വിളിക്കുകയാണെങ്കിൽ എവിടുക്കാടാ ഹംകെ ജിനക്ക് കൂട്ടുന്നത് എനിക്ക് ഇങ്ങനെ ഒരു വേദി തന്ന ഇതിന്റെ സംഘാടകരോടും എല്ലാവരോടും എൻ്റെ ഹൃദയംഗമമായ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. നന്ദി. നമ്മുടെ ഏഷ്യാനെറ്റ് ചാനലിലെ വിന്നും താരം റിയാലിറ്റി ഷോയിലെ വിന്നറാണ് നമ്മുടെ അഖില്. പിന്നെ ഒരുപാട് സ്റ്റേജിൽ ഇപ്പൊ പരിപാടി അവതരിപ്പിക്കുന്നുണ്ട്. കലാഭവനില് അഡ്മിഷൻ കിട്ടിയോ? പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ? ശരി, ഓൾ ദ ബെസ്റ്റ് അഖിൽ. അടുത്തതായിട്ട് നമ്മൾ കാത്തിരിക്കുന്ന സ്കിറ്റിലേക്ക് എടുക്കാൻ പോവാണ്. നമ്മുടെ ടീം റെഡി ആയിരിക്കുകയാണ് നിങ്ങളെയൊക്കെ കുടുകുടി ചിരിപ്പിക്കാൻ വേണ്ടി. ഒരു സ്കിറ്റാണ്. അപ്പോൾ അതിനുശേഷം വീണ്ടും ഗാനമേള തുടരുന്നതാണ്. എല്ലാവരും ചിരിക്കാൻ തയ്യാറായിക്കോളൂ. കുറച്ചും കൂടെ ആയുസ് കൂടട്ടെ. അങ്ങനെ 6 വർഷത്തെ നീണ്ട പ്രവാസ ജീവിതത്തിനൊടുവിൽ നാട്ടിൽ തിരിച്ചെത്തി. കാര്യം നമ്മൾ കേരളത്തെ എന്തോരം കുറ്റം പറഞ്ഞാലും ഇവിടുത്തെ ഈ കാറ്റും ഈ പച്ചപ്പും ഈ മണവും ആ ബാങ്കിന്റെ മുമ്പിലെ തിക്കും തിരക്കും ATM-ന്റെ മുമ്പിലെ ക്യൂവും എല്ലാം കൂടി കാണുമ്പോൾ ഇതൊന്നും ഗൾഫിൽ ഇല്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ ഒരു സുഖം, ഒരു മനസുഖമാണ്. ഇത് പറഞ്ഞപ്പോഴേ ഞാൻ ഓർത്തത് വേറൊന്നുമല്ല, ഞാൻ ഈ നാട്ടിൽ നിന്ന് രാഖി രാമായണം ഗൾഫിലോട്ട് നാട് വിടാൻ കാരണം വേറൊന്നുമല്ല, എൻ്റെ പഴയൊരു കൂട്ടുകാരനുണ്ടായിരുന്നു, പേര് ഷാജി. നിങ്ങളറിയും, പാഷാണം ഷാജി. അവനെ ഇപ്പൊ നാട്ടുകാർ തല്ലിക്കൊന്നോ എന്തോ. ഏതായാലും ഇവിടെ വരുമ്പോഴാണ് ആ പഴയ പാട്ടൊക്കെ ഓർമ്മ വരുന്നത് അല്ലേ? 1000 പിച്ചു പോരാ, 1000 പിച്ചു പോരില്ല, 1000 പാടാൻ പറ്റില്ല, 200 പാടാ. ദൈവമേ, ഇത് നല്ല പരിചയമുള്ള ശബ്ദമാണല്ലോ. ഇതിൽ അവനല്ലേ പാഷാണം ഷാജി? പൊന്നുമോനെ വേണ്ടാട്ടാ, വേണ്ടാട്ടാ. ഞാൻ പറഞ്ഞ നീ എന്നെ കാണുമ്പോ ഓടാത് എന്തൊട്ട്? എന്തോടാൻ? നിന്നെ കാണുമ്പോ പിന്നെ ഓടാണ്ട് നിന്റെ പഴയ സ്വഭാവം മാറിയിട്ടില്ലല്ലേ? നിന്റെ കവറൊക്കെ പിടിച്ചിട്ട് എവിടുന്ന് വന്നു? ഞാൻ കണ്ണമാലിപ്പള്ളി പെരുന്നാളിന് പോയതാ. കണ്ണമാലിപ്പള്ളി പെരുന്നാളിന് പോയിട്ട് എന്താണ് ഈ കവറൊക്കെ പിടിച്ചോണ്ട് വന്നത്? പെരുന്നാൾ മുടങ്ങിപ്പോയി. എങ്ങനെ? ഞാൻ അവിടെ ചെന്നപ്പോ പ്രദർശനം വരുമായിരുന്നു, വഴിതെറ്റിച്ചു വിട്ടു. ഇപ്പൊ 3 ദിവസമായിട്ട് പ്രദർശനം പള്ളി കയറില്ല എന്ന് അച്ഛനും കൂട്ടി ഓടി നടക്കേ. എന്റെ പൊന്നു ഷാജി, ഇതൊക്കെ എന്ത് കാര്യത്തിന് കാണിച്ചു കൂട്ടണടാ? ഒരു സുഖം, ഒരു മനസുഖം. നമ്മൾ ഇവിടെ തകർക്കാൻ പോകുന്നു. എന്റെ പൊന്നെ, നീ ഒറ്റയ്ക്ക് അങ്ങോട്ട് തകർത്തേച്ചാൽ മതി. നീ ഒറ്റ ഒരു ഇടപാടുമില്ല. നീ ഒറ്റ ഒരുത്തൻ കാരണമാണ് ഞാനും രാജപ്പനും കൂടി രാഖി രാമായണം നാട് വിട്ട് ഇവിടുന്ന് പുറത്തോട്ട് പോയത്. രാജപ്പൻ എവിടെ പോയെന്നാ പറഞ്ഞ? പുറത്തോട്ട് പോയി. അവനകത്താണ്. അകത്താ? നിങ്ങൾ രണ്ടുപേരും ഗൾഫിൽ പോയില്ലേ? അവന്റെ ബാഗിൽ ഞാൻ കഞ്ചാവ് കയറ്റി വെച്ചേച്ച് പിടിച്ചിപ്പോ അകത്ത് കിടക്കണവൻ. എന്റെ പൊന്നു ഷാജി, ഇതൊക്കെ എന്ത് കാണിച്ചു കൂട്ടണ നീ? ഇതൊക്കെ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുക്ക്. പിന്നെ ഇതൊക്കെയല്ലേ സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുക്കേണ്ടത്? പോടാ അവിടുന്ന്. നിനക്കറിയാമോ എന്തെന്ന്? ഒരാളെ കളിയാക്കി നമുക്ക് 5 വയസ്സ് കുറയും. 5 വയസ്സ് കുറയും? സ്വന്തം അച്ഛനെ കളിയാക്കി 10 വയസ്സ് കുറയും. നിന്റെ 10 വയസ്സ് കുറഞ്ഞാ? ഞാനല്ലേ ചെറുപ്പക്കാരനെ പോലെ ഇരിക്കുന്നത്, ഡെയിലി കളിയാക്കും. എങ്ങനെ? കഴിഞ്ഞ ആഴ്ച ഒരു സംഭവം ഉണ്ടായി. എങ്ങനെ? ഞാൻ വീട്ടിൽ അച്ഛൻ ഇരിക്കുന്ന കസേരയുടെ കോലൂരി വെച്ചു. ചാരു കസേരയുടെ കോലൂരി വെച്ചാ? രാവിലെ അങ്ങോട്ട് വീണ് കിടക്കണം. ഞാൻ വൈകുന്നേരം ചെല്ലുമ്പോ ഇസഡ് പോലെ ഇങ്ങനെ കസേര ഇരിപ്പുണ്ട്. എന്നിട്ട് പൊക്കി എടുത്ത് നോക്കിയപ്പോ വലത്തെ കൈ ഒടിഞ്ഞ് 7 പോലെ ഇരിക്കും. 7 പോലെ? നേരെ ആശുപത്രി കൊണ്ടായി. ഡോക്ടറെ പറ്റിച്ച്. എങ്ങനെ പറ്റിച്ച്? ഡോക്ടർ വെച്ച് ഏത് കൈ ഒടിഞ്ഞെന്ന് തോന്നി. ഞാൻ പറയാം ഇടത്തെ കൈ എന്ന് തോന്നി. എന്നിട്ട് ഇപ്പൊ ഇടത്തെ കൈ പ്ലാസ്റ്റർ ഇട്ടിരിക്കേ. അപ്പൊ വലത്തെ കയ്യാ? അതിപ്പോഴും 7 പോലെ തന്നെ ഇരിക്കേ. എന്ത് കാര്യത്തിൽ കാണിച്ചു കൂട്ടാറാ ഷാജി ഇതൊക്കെ? നീ ഒന്നും മിണ്ടാണ്ടിരുന്നേ. ഇന്ന് ഇവിടെ കൂടി വന്നവരെ പോണവരൊക്കെ നമ്മൾ കളിയാക്കി മെഴുകും. നീ ഒറ്റയ്ക്ക് അങ്ങനെ ഉണ്ടാക്കിച്ച മതി, എന്നെ കൂട്ടണ്ട. എന്താ? എടാ, ഞാനിപ്പോ എന്റെ പെങ്ങളുടെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി കുറച്ച് സാധനങ്ങളൊക്കെ ആയിട്ട് വന്നേക്കാണ്. ഇപ്പൊ ബസ് വരും, കൈ കാണിക്കും, നിർത്തും, ഞാൻ കയറി പോവും. ബസ് വരില്ല. ബസ് വരില്ലേ? അവരോട് ഞാൻ പറഞ്ഞു ഇവിടെ പാലം പൊളിഞ്ഞു കിടക്കുന്നു. എന്തിന്? ഇവിടെ നിക്ക്. നീ ഒന്ന് പോയടാ അവിടുന്ന്. ഇപ്പൊ നമുക്ക് പറ്റിക്കാൻ മുടണ എക്കള് വന്നോല ഇങ്ങനെ വരും. ആ സമയത്ത് നമ്മുടെ കയ്യിൽ ഒന്നും ഉണ്ടാവില്ല. അപ്പൊ ചെയ്യാൻ പറ്റുന്ന സാധനം ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. എങ്ങനെ? എന്റെ പുറകെ ആരെങ്കിലും വണ്ടി ഒന്ന് പറയണേ. നിന്റെ പുറകെ ആര് വരാനായിട്ടാ? ഇവന്റെ പുറകെ വരാൻ ആളാ? എടാ, രാജൻ പി ദേവിന്റെ ഫിഗറുള്ള ഒരുത്ത മനുണ്ടാ പുറകെ.
മണ്ടൻ. അതിനിവിടെ ഒന്നും ഇല്ലല്ലോ. അതാണ് ശൂന്യയിൽ നിന്നൊരു പറ്റിക്കല്. എന്റെ പൊന്നടോ, ഇതൊക്കെ ഇത് എവിടുന്ന് ഉണ്ടാക്കിക്കൊണ്ട് വന്നു നീ? നമ്മൾ ഒരുങ്ങി അങ്ങോട്ട് ഇറങ്ങണം. പിന്നെ ഒരുങ്ങി അങ്ങോട്ട് ഇറങ്ങണം. എന്താ ആ ജോൺസൺ വന്നിട്ടുണ്ട്. ഏത് ജോൺസൺ? എടാ നമ്മൾ പണ്ട് 4 പേരായിരുന്നല്ല കമ്പനി. ഞാൻ, ജോൺസൺ, നീ, രാജപ്പൻ. സൈക്കിളുടെ കാരണം. ആ ഒരു ഫുള്ള് കിട്ടിയ നമ്മൾ 4 പേര് ഒരു ഷെയർട്ട് അടിക്കൂലേ? ആ അവനിപ്പോ എന്റെ കൂടെ കുവൈറ്റിൽ വന്നു. എന്റെ റെസ്റ്റോറന്റിൽ അവനിപ്പോ ബിഗ് ഷെഫാണ്. എന്നെക്കാളും 2 അക്ക സംഖ്യ കൂടുതൽ ശമ്പളം കിട്ടണമെന്ന് പറഞ്ഞ് ഇപ്പൊ എന്നെക്കാട്ട മിണ്ടൂർ ഒടുക്കത്തെ ജാടയാണ്. എന്താ പ്രശ്നം? അവനും നമ്മുടെ ബുള്ളറ്റ് ബാബു ഇല്ലേ, ആ ബുള്ളറ്റ് ഈ പ്രൊഫഷണൽ നാടകം നർമ്മരൂപത്തിൽ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ്. ഒരു പ്രൊഫഷണൽ നാടകം. സംപൂജ്യരായ ഗുരുജനങ്ങളെ, നാടകം ആരംഭിക്കുന്നു. ഇനി നാടകത്തെക്കുറിച്ച് സംവിധായകൻ സംസാരിക്കുന്നു. ഇത് ഒരു നാടകമല്ല, നാടകം തന്നെ. നിങ്ങളെവരുടെയും അനുഗ്രഹാശിസുകളോടെ നാടകം ആരംഭിക്കുന്നു. ഇതെന്റെ വിധി, നിങ്ങളുടെയും. അമ്മേ ഭഗവതി, എന്നെ മാത്രം രക്ഷിക്കണേ. ഇന്നെന്റെ 20ാം വിവാഹ വാർഷികമാണ്. എന്റെ ജീവിത വിജയത്തിന് പിന്നിൽ എന്റെ ഭാര്യ ജാനകി അവൾ മാത്രമാണ്. ഈ വീടിന്റെ വിളക്കാണവൾ. ഞാനൊരു കാര്യം പറഞ്ഞാൽ തിരുവായ്ക്ക് എതിർവായി ഉണ്ടായില്ല. അത്രയ്ക്ക് ഭയമാണ് അവക്കെന്നെ. ജാനകി, ജാനകി. റേഷൻ കടയിൽ പോയി സ്പെഷ്യലായി വന്ന മണ്ണെണ്ണയും പഞ്ചസാരയും വാങ്ങാൻ പറഞ്ഞിട്ട് ഇവിടെ നിന്ന് വാചകം അടിക്കുന്നോ? എന്തിനാടിയും മണ്ണെണ്ണ? നമുക്ക് ഗ്യാസ് എടുക്കാൻ വേണ്ടി ഗ്യാസ്. അതെന്താ ഇപ്പോഴങ്ങനെ തോന്നാൻ? നീ കുടുംബത്തിന്റെ വിളക്കല്ലേ. നീ അടുക്കളയിൽ നിന്ന് കത്തുന്നത് എനിക്ക് കാണണം. നിങ്ങൾ അറിഞ്ഞോ മനുഷ്യ, 7 വർഷങ്ങൾക്ക് ശേഷം സൗദാമിനിയുടെ കെട്ടിയോ ഗൾഫിൽ നിന്ന് വന്നു. അമ്മേ, അതിന് നിങ്ങൾ എന്തിനാ ഞെട്ടിയത്? ജാനു, അത്താഴം മുടങ്ങിയവന്റെ വിഷമം ഊണ് തരാത്തവൾക്ക് അറിയില്ലടി. ഈശ്വര, ഉണ്ണി ജയിൽ ചാടിയെന്ന്. ഇനിയിപ്പോ എന്താണോ സംഭവിക്കുന്നത്? വെട്ടൊന്ന് മുറി 2 പ്രകൃതക്കാരനാണ് അവൻ. നീ എന്നെ ഭയപ്പെടുത്താൻ നോക്കണ്ടടി. ഞാനും കരയിൽ തന്നെയാടി നിൽക്കുന്നത്. ജാനകി, പറ, എവിടെയാടി ഞാൻ പോയി ഒന്ന് ഒളിച്ചിരിക്കുന്നത്? രാഘവേട്ടാ, ചെല്ല്. അവൻ എത്തും മുമ്പ് എവിടെയാണെന്ന് വെച്ചാ പോയി ഒളിക്ക്. ആരും രക്ഷപ്പെടാമെന്ന് കരുതണ്ട. ഉണ്ണിയപ്പം പുറത്തു വന്നു. അതല്ല, ഉണ്ണിയപ്പം പുറത്തു വന്നൂന്ന്. ഇന്നലെ അർദ്ധരാത്രി കണ്ണൂർ സെൻട്രലിന്റെ ഉയരം കൂടിയ മതിലുകളിൽ ചാടിക്കിടന്ന് ഈ ഉണ്ണി എത്തിയിരിക്കുന്നു. എന്തിന്? നിന്നോട് കണക്ക് തീർക്കാൻ. ഉണ്ണി മോനെ, അരുത്. അദ്ദേഹം അറിവില്ലാതെ എന്തെങ്കിലും ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ നീ അത് ക്ഷമിക്കണം. മാറി നിൽക്കടി. ഞാനില്ലാത്ത സമയത്ത് നീ എന്റെ വീട്ടിൽ പോയിരുന്നു അല്ലേ? ഉണ്ണി, ഞാൻ വേണ്ട. പഴയ കണക്കൊന്നും ബാക്കി വെക്കുന്നവനല്ല ഈ ഉണ്ണി. ഉണ്ണി, അരുത്. ഉണ്ണി, ഞാൻ ജയിലിൽ കിടന്നപ്പോ നീ എന്റെ ഭാര്യയുടെ അടുത്ത് നമുക്ക് അരി മേടിക്കാൻ കൊടുത്തു 150 റുപ്യ. ഞാൻ ജയിലിൽ പോണതിന് മുമ്പ് നമ്മൾ ഷെയർ ഇട്ട് അടിച്ച 350 റുപ്യ, മൊത്തം 500 രൂപ. ഞാൻ പിടി ഞാൻ കണക്ക് പറഞ്ഞ് വരലേട്ടെ. കണക്ക് തീർന്ന് പോട്ടെ അച്ചി, പോട്ടെ അണ്ണ. വൃത്തികെട്ടവൻ വെറുതെ എന്നെ കൊതിപ്പിച്ചു കളഞ്ഞു. ജാനകി, വല്ലാത്ത വിശപ്പ്. നീ ചെന്ന് കഞ്ഞി എടുത്ത് വെക്ക്. ആ ശരി, ഞാൻ പുറത്തു പോയി വല്ലതും കഴിച്ചിട്ട് വരാം. എടാ ശ്രീകുട്ട, നീ എന്തിനിത് ചെയ്തു? മോളെ, നീ കരയാതെ. ചന്ദ്രേട്ടൻ കല്യാണിയെ കൈവിടില്ല മോളെ, വിടില്ല. നിർത്തടി. ആരാടി കല്യാണി? ആരാടി ഈ ശ്രീകുട്ടൻ? പുതിയതായി തുടങ്ങിയ സീരിയലിലെ നായകനും നായികയും അണച്ചാ. സീരിയല് 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 സീരിയൽ എന്നൊരു വാക്ക് ഇനി വീട്ടിൽ മിണ്ടിപ്പോകരുത്. പിന്നെ പരമ്പര മലയാളത്തിൽ പറഞ്ഞാ മതി. മോളെ രാധേ, നിന്റെ പഠിപ്പൊക്കെ എങ്ങനെ പോകുന്നു? അങ്ങനെ പോകുന്ന അങ്ങനെ പോയിട്ട് കാര്യമില്ല. ഈ വർഷവും നീ പരീക്ഷയ്ക്ക് തോറ്റാൽ ഏതെങ്കിലും ഒരു വായി നോക്കിയെ കൊണ്ട് നിന്നെ ഞാൻ കെട്ടിക്കും. ജാനകി, ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണേ. അതേ മോളെ, നിന്റെ അച്ഛനെ കൊണ്ട് അമ്മയെ കെട്ടിച്ചതുപോലെ. ഈ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ വലുതും അച്ഛൻ അറിയുന്നുണ്ടോ? ഇന്നലെ ആ തകഴിയിൽ പ്രേംകുമാർ എന്റെ തിരിഞ്ഞെത്തി ചുംബിച്ചു.
ഞാനിത് വിശ്വസിക്കില്ല. എന്തുകൊണ്ട്? കേവലം 3 അടി പൊക്കം മാത്രമുള്ള അവൻ ഇത്രയും പൊക്കമുള്ള നിന്റെ തിരുനെറ്റിയെ ചുംബിച്ചെന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ ഞാൻ അത്ര മണ്ടനല്ല. അച്ഛാ, പ്രേംകുമാറിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കി ഒരല്പം താന്നു കൊടുത്തതിൽ എന്താ തെറ്റ്? മോളെ, ഇത്രയ്ക്കായ സ്ഥിതിക്ക് എത്രയും പെട്ടെന്ന് നിന്റെ കല്യാണം നടത്താൻ ഞാൻ തീരുമാനിച്ചു. ഏതായാലും ആ ജാതകം കണിയാരെ വിളിച്ച് ഇവിടെ മോദകം ഒന്ന് കാണിക്കണം. അല്ല, ആ മോഹനം കണിയാരെ വിളിച്ച് ഇവിടെ ജാതകം ഒന്ന് കാണിക്കണം. ഈ പ്രൊഫഷണൽ നാടകം നർമ്മരൂപത്തിൽ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ്. ഒരു പ്രൊഫഷണൽ നാടകം. സംപൂജ്യനായ ഗുരുജനങ്ങളെ, നാടകം ആരംഭിക്കുന്നു. ഇനി നാടകത്തെ കുറിച്ച് സംവിധായകൻ സംസാരിക്കുന്നു. ഇത് ഒരു നാടകമല്ല, നാടകം തന്നെ. നിങ്ങളേവരുടെയും അനുഗ്രഹാശിസുകളോടെ നാടകം ആരംഭിക്കുന്നു. ഇതെന്റെ വിധി, നിങ്ങളുടെയും. അമ്മേ ഭഗവതി, എന്നെ മാത്രം രക്ഷിക്കണേ. ഇന്നെന്റെ 20ാം വിവാഹ വാർഷികമാണ്. എന്റെ ജീവിത വിജയത്തിന് പിന്നിൽ എന്റെ ഭാര്യ ജാനകി അവൾ മാത്രമാണ്. ഈ വീടിന്റെ വിളക്കാണവൾ. ഞാനൊരു കാര്യം പറഞ്ഞാൽ തിരുവായ്ക്ക് എതിർവായി ഉണ്ടായില്ല. അത്രയ്ക്ക് ഭയമാണ് അവക്കെന്നെ. ജാനകി, ജാനകി. റേഷൻ കടയിൽ പോയി സ്പെഷ്യലായി വന്ന മണ്ണെണ്ണയും പഞ്ചസാരയും വാങ്ങാൻ പറഞ്ഞിട്ട് ഇവിടെ നിന്ന് വാചകം അടിക്കുന്നോ? എന്തിനാടി മണ്ണെണ്ണ? നമുക്ക് ഗ്യാസ് എടുക്കാൻ വേണ്ടി ഗ്യാസ്. അതെന്താ ഇപ്പോഴങ്ങനെ തോന്നാൻ? നീ കുടുംബത്തിന്റെ വിളക്കല്ലേ. നീ അടുക്കളയിൽ നിന്ന് കത്തുന്നത് എനിക്ക് കാണണം. നിങ്ങൾ അറിഞ്ഞോ മനുഷ്യ, 7 വർഷങ്ങൾക്ക് ശേഷം സൗദാമിനിയുടെ കെട്ടിയോ ഗൾഫിൽ നിന്ന് വന്നു. അമ്മേ, അതിന് നിങ്ങൾ എന്തിനാ ഞെട്ടിയത്? ജാനു, അത്താഴം മുടങ്ങിയവന്റെ വിഷമം ഊണ് തരാത്തവൾക്ക് അറിയില്ലടി. ഈശ്വര, ഉണ്ണി ജയിൽ ചാടിയെന്ന്. ഇനിയിപ്പോ എന്താണോ സംഭവിക്കുന്നത്? വെട്ടൊന്ന് മുറി രണ്ടെന്ന പ്രകൃതക്കാരനാണ് അവൻ. നീ എന്നെ ഭയപ്പെടുത്താൻ നോക്കണ്ടടി. ഞാനും കരയിൽ തന്നെയാടി നിൽക്കുന്നത്. ജാനകി, പറ, എവിടെയാടി ഞാൻ പോയി ഒന്ന് ഒളിച്ചിരിക്കുന്നത്? രാഘവേട്ടാ, ചെല്ല്. അവൻ എത്തും മുമ്പ് എവിടെയാണെന്ന് വെച്ചാ പോയി ഒളിക്ക്. ആരും രക്ഷപ്പെടാമെന്ന് കരുതണ്ട. ഉണ്ണിയപ്പം പുറത്തു വന്നു. അതല്ല, ഉണ്ണിയപ്പം പുറത്തു വന്നൂന്ന്. ഇന്നലെ അർദ്ധരാത്രി കണ്ണൂർ സെൻട്രലിന്റെ ഉയരം കൂടിയ മതിലുകളിൽ ചാടിക്കിടന്ന് ഈ ഉണ്ണി എത്തിയിരിക്കുന്നു. എന്തിന്? നിന്നോട് കണക്ക് തീർക്കാൻ. ഉണ്ണി മോനെ, അരുത്. അദ്ദേഹം അറിവില്ലാതെ എന്തെങ്കിലും ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ നീ അത് ക്ഷമിക്കണം. മാറി നിൽക്കടി. ഞാനില്ലാത്ത സമയത്ത് നീ എന്റെ വീട്ടിൽ പോയിരുന്നു അല്ലേ? ഉണ്ണി, ഞാൻ വേണ്ട. പഴയ കണക്കൊന്നും ബാക്കി വെക്കുന്നവനല്ല ഈ ഉണ്ണി. ഉണ്ണി, അരുത്. ഉണ്ണി, നീ വരി. ഞാൻ ജയിലിൽ കിടന്നപ്പോ നീ എന്റെ ഭാര്യയുടെ അടുത്ത് എന്ന് അവൾക്ക് അരി മേടിക്കാൻ കൊടുത്തു 150 റുപ്യ. ഞാൻ ജയിലിൽ പോണതിന് മുമ്പ് നമ്മൾ ഷെയർ ഇട്ട് അടിച്ച 350 റുപ്യ, മൊത്തം 500 രൂപ. ഞാൻ പിടി. ഞാൻ കണക്ക് പറഞ്ഞ് വരലേട്ടെ. കണക്ക് തീർന്ന്. പോട്ടെ അച്ചി, പോട്ടെ അണ്ണ. വൃത്തികെട്ടവൻ വെറുതെ എന്നെ കൊതിപ്പിച്ചു കളഞ്ഞു. ആ ജാനകി, വല്ലാത്ത വിശപ്പ്. നീ ചെന്ന് കഞ്ഞി എടുത്തു വെക്ക്. ആ ശരി. ഞാൻ പുറത്തു പോയി വല്ലതും കഴിച്ചിട്ട് വരാം. എടാ ശ്രീകുട്ട, നീ എന്തിനിത് ചെയ്തു? മോളെ, നീ കരയാതെ. ചന്ദ്രേട്ടൻ കല്യാണിയെ കൈവിടില്ല മോളെ, വിടില്ല. നിർത്തടി. ആരാടി കല്യാണി? ആരാടി ഈ ശ്രീകുട്ടൻ? പുതിയതായി തുടങ്ങിയ സീരിയലിലെ നായകനും നായികയും അണച്ചാ. സീരിയല് 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 സീരിയൽ എന്നൊരു വാക്ക് ഇനി വീട്ടിൽ മിണ്ടിപ്പോകരുത്. പിന്നെ പരമ്പര മലയാളത്തിൽ പറഞ്ഞാ മതി. മോളെ രാധേ, നിന്റെ പഠിപ്പൊക്കെ എങ്ങനെ പോകുന്നു? അങ്ങനെ പോകുന്ന അങ്ങനെ പോയിട്ട് കാര്യമില്ല. ഈ വർഷവും നീ പരീക്ഷയ്ക്ക് തോറ്റാൽ ഏതെങ്കിലും ഒരു വായി നോക്കിയെ കൊണ്ട് നിന്നെ ഞാൻ കെട്ടിക്കും. ജാനകി, ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണേ. അതേ മോളെ, നിന്റെ അച്ഛനെ കൊണ്ട് അമ്മയെ കെട്ടിച്ചതുപോലെ. ഈ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ വലുതും അച്ഛൻ അറിയുന്നുണ്ടോ? ഇന്നലെ ആ തകഴിയിൽ പ്രേംകുമാർ എന്റെ തിരുനെറ്റിയിൽ ചുംബിച്ചു.
ഞാനിത് വിശ്വസിക്കില്ല. എന്തുകൊണ്ട്? കേവലം 3 അടി പൊക്കം മാത്രമുള്ള അവൻ ഇത്രയും പൊക്കമുള്ള നിന്റെ തിരുനെറ്റിയെ ചുംബിച്ചെന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ ഞാൻ അത്ര മണ്ടനല്ല. അച്ഛാ, പ്രേംകുമാറിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കി ഒരല്പം താന്നു കൊടുത്തതിൽ എന്താ തെറ്റ്? മോളെ, ഇത്രയ്ക്കായ സ്ഥിതിക്ക് എത്രയും പെട്ടെന്ന് നിന്റെ കല്യാണം നടത്താൻ ഞാൻ തീരുമാനിച്ചു. ഏതായാലും ആ ജാതകം കണിയാരെ വിളിച്ച് ഇവിടെ മോദകം ഒന്ന് കാണിക്കണം. അല്ല, ആ മോഹനം കണിയാരെ വിളിച്ച് ഇവിടെ ജാതകം ഒന്ന് കാണിക്കണം.